ഈശ്വരന്റെ പ്രിയപ്പെട്ടവരെ, തിരുവിഷ്ടം മീഡിയയിലേക്ക് സ്വാഗതം. നാം എല്ലാം വിശ്വാസികളാണ്. എന്താണ് നമ്മുടെ വിശ്വാസം എന്ന് പരിശോധിക്കുമ്പോഴും എങ്ങനെയാണ് നമ്മൾ വിശ്വസിക്കുന്നതെന്ന് പരിശോധിക്കുമ്പോഴുമാണ് വിശ്വാസത്തിനകത്ത് വന്നുകൂടുന്ന പിഴവുകൾ തിരിച്ചറിയാൻ പറ്റുക. വിശ്വാസത്തിൽ ഉത്തമ ബോധ്യമില്ലാത്തത് കൊണ്ടാണ് ആത്മീയ കച്ചവടങ്ങൾ പെരുകുന്നത്. ആത്മീയ കച്ചവടങ്ങൾ നടത്തുന്നവരെ നാം പലപ്പോഴും ആക്ഷേപിക്കും. എന്നാൽ ആത്മീയ കച്ചവടം നടക്കുന്നത് ഉപഭോക്താക്കളുള്ളത് കൊണ്ടാണ് എന്ന കാര്യം നാം ചിന്തിക്കാറില്ല. നമ്മുടെ ജീവിതത്തിന്റെ ദുർബലതകൾ മുതലെടുക്കാൻ മറ്റുള്ളവർക്ക് അവസരം ലഭിക്കുന്നത് യഥാർത്ഥത്തിൽ വിശ്വാസം നമുക്കില്ലാതെ പോകുന്നത് കൊണ്ടാണ്. എബ്രായർ ലേഖനം 11-ാം അധ്യായം 1-ാം തിരുവചനത്തിൽ പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യവുമാണ് വിശ്വാസമെന്ന് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. വചനം ഓർമ്മിപ്പിക്കുമ്പോൾ ആ വചനത്തെ നാം നമ്മുടെ അർത്ഥപരിമിതിയിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. പ്രത്യാശിക്കുന്നവ എന്താണ്? പ്രത്യാശിക്കുന്നവ ഭാവിഫലങ്ങളാണ്. പ്രത്യാശ എന്ന പദത്തിന്റെ യഥാർത്ഥ അർത്ഥത്തിൽ നിന്ന് മാറി അത് കേവലം പ്രതീക്ഷയാക്കി മാറ്റി അങ്ങനെ പ്രതീക്ഷിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്ന് പറയുമ്പോൾ കേവലം യക്ഷിക്കഥ പോലെ ദൈവത്തിൽ വിശ്വസിക്കുന്നവരുമായി നമ്മൾ മാറിപ്പോകുന്നു. ദൈവം കൂടെ ഉണ്ടെന്ന് എത്ര പറഞ്ഞാലും ബോധ്യമാകാത്ത നമ്മൾ, ദൈവാനുഗ്രഹത്തിന്റെ വഴിയിലാണ് നമ്മളെന്ന് ബോധ്യമാകാത്ത നമ്മൾ ഇരുട്ടത്ത് പിശാച് പതിയിരിക്കുന്നത് ഉറപ്പായിട്ട് വിശ്വസിക്കുന്നു. ഇരുട്ടത്ത് ഒരു വാഴയുടെ കൂമ്പ് ഒടിഞ്ഞാടിയാൽ അതൊരു യക്ഷിയാണ് എന്ന് നാം സങ്കല്പിക്കും. കേരളത്തിൽ പാലമരത്തിലാണ് യക്ഷി. ഉത്തരേന്ത്യയിലേക്ക് പോകുമ്പോൾ അവിടെ വാളൻപുളിയിലാണ്. കാരണം അവിടെ പാലമരമില്ല, വാളൻപുളിയാണുള്ളത്. അപ്പോൾ അവിടെ വാളൻപുളിയിലാണ് യക്ഷി തൂങ്ങുക. ഇത് രണ്ടും കഥകളാണ്, നമുക്കറിയാം. എന്തുകൊണ്ടാണ് ഒരു പുരുഷപ്രേതമില്ലാത്തത്? എപ്പോഴും സ്ത്രീകളാണല്ലോ പ്രേതങ്ങൾ. വിദേശത്താണെങ്കിൽ ഡ്രാക്കുളയാണുള്ളത്, പുരുഷപ്രേതമാണ്. അതുകൊണ്ട് നാം തിരിച്ചറിയേണ്ട ഒരു കാര്യം, ഇത്തരം കഥകളിലൊക്കെ നമ്മൾ മുഴുകുന്നു. ഇത്തരം ഒരു കഥ പോലെ ഒരു മായികമായ കാര്യമായിട്ടാണ് വിശ്വാസത്തിൽ ബോധ്യം നമുക്കുണ്ടാകുന്നത്. കാണപ്പെടാത്തവയുള്ള ബോധ്യം ഇത്തരം ഒരു കെട്ടുകഥ പോലെ നമ്മുടെ ഹൃദയത്തിൽ നാം മാറ്റിവെക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ആവശ്യമുള്ളവ നേടാനുള്ള കുറുക്കു വഴിയായി വിശ്വാസത്തെ പരിമിതപ്പെടുത്തുമ്പോൾ യഥാർത്ഥത്തിൽ വിശ്വാസം വഴി നേടേണ്ട ശക്തി നഷ്ടപ്പെടുന്നു. വിശ്വാസം പലവിധ കച്ചവടങ്ങൾക്കും വേദിയായിട്ട് മാറുന്നു. 2 കൊരിന്ത്യർ ലേഖനത്തിൽ 13-ാം അധ്യായത്തിൽ 5-ാം തിരുവചനത്തിൽ നമ്മുടെ വിശ്വാസത്തെ എങ്ങനെ പരിശോധിക്കണമെന്ന് പൗലോസ്ലീഹ പറയുന്നുണ്ട്. നിങ്ങൾ നിങ്ങളെ തന്നെ പരീക്ഷിച്ചറിയുവിൻ. യേശുക്രിസ്തു നിങ്ങളിലുണ്ട് എന്ന് നിങ്ങൾക്ക് ഇതുവരെ ബോധ്യമായിട്ടില്ലേ? യേശുക്രിസ്തു നിങ്ങളിലുണ്ട് എന്ന് ബോധ്യമായിട്ടില്ലെങ്കിൽ നിങ്ങൾ പരീക്ഷയിൽ പരാജയപ്പെട്ടു. നാം എന്തിനെ വിശ്വസിക്കണം, എങ്ങനെ വിശ്വസിക്കണം, എന്തുകൊണ്ട് വിശ്വസിക്കണം എന്നതിനെ സംബന്ധിച്ച് വ്യക്തമായ ധാരണ നമുക്കുണ്ടാകണം. ക്രിസ്തു നമുക്ക് വേണ്ടി പീഡകൾ സഹിക്കുകയും കുരിശിൽ മരിക്കുകയും ചെയ്തു. അതുകൊണ്ട് അവന്റെ ഉദ്ധാനത്തിൽ പങ്കുകാരായി നാം ഈ ലോകത്ത് ജീവിക്കുന്നു. അപ്രകാരം ക്രിസ്തുവിന്റെ ഭാഗമാണ് നമ്മൾ എന്ന ബോധ്യം നമുക്കുണ്ടാകുമ്പോഴാണ് വിശ്വാസം വഴിയുള്ള കൃപ അനുഭവപ്രദമായിട്ട് മാറുക. വാസ്തവത്തിൽ വിശ്വാസത്തിലുള്ള ബോധ്യമില്ലായ്മ, ഉറപ്പില്ലായ്മയാണ് പലപ്പോഴും നമ്മെ അന്ധവിശ്വാസങ്ങൾക്ക് അടിമപ്പെടുത്തുന്നത്, ആത്മീയ കച്ചവടങ്ങൾക്ക് ഇരയാക്കി മാറ്റുന്നത്. ആത്മീയ കച്ചവടങ്ങൾ പെരുകുമ്പോൾ നാം തിരിച്ചറിയേണ്ടത് വിശ്വാസത്തിന്റെ യഥാർത്ഥ വശത്തെ നമുക്കറിയാൻ പാടില്ലെന്നാണ്. വിശ്വാസം എന്തെന്ന് നമുക്കറിയാമെങ്കിൽ വിശ്വാസത്തിലൂടെ നാം പ്രാപിക്കേണ്ടതെന്ന് വ്യക്തമായ ബോധ്യം നമുക്കുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും ഇത്തരം കച്ചവടങ്ങൾ നിലവിൽ വരില്ല. ലോകത്താകമാനം ആത്മീയ കച്ചവടങ്ങൾ നടക്കുന്നുണ്ട്, പല മതങ്ങളിലും നടക്കുന്നുണ്ട്. പക്ഷേ മതസ്വരൂപമല്ലാത്ത തിരുസഭയിൽ, ഒരു മതത്തിന്റെ കെട്ടുപാടില്ലാത്ത സഭയിൽ, തികച്ചും സ്വതന്ത്രമായ ഒരു കൂട്ടായ്മയായി നിലനിൽക്കേണ്ട തിരുസഭയിൽ എന്തുകൊണ്ടാണ് ഈ ദുരാചാരങ്ങൾ ശക്തി പ്രാപിക്കുന്നത്? അതിന് കാരണമായിട്ടുള്ളത് വിശ്വാസികൾ എടുക്കുന്ന ചില നിലപാടാണ്. വിശ്വാസികളുടെ പൊതുധാരണ നമ്മൾ ഇതിൻ്റെയൊക്കെ പങ്കുപറ്റുന്നവർ മാത്രമാണ്. യഥാർത്ഥത്തിൽ നമ്മളാണ് സഭയെന്നും നമ്മിലാണ് വിശ്വാസത്തിന്റെ മൂലനിക്ഷേപമായ ക്രിസ്തു ഉള്ളതെന്നും നമ്മൾ തിരിച്ചറിയുന്നില്ല. അങ്ങനെ തിരിച്ചറിയാതെ പോകുന്നത് കൊണ്ടാണ് പലപ്പോഴും നാം അറിയാത്ത കാര്യങ്ങൾ നാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആചാരങ്ങളാണ് വിശ്വാസത്തിന്റെ കാതലെന്ന് നാം ചിന്തിക്കുന്നു. വിശ്വാസത്തിന്റെ ബാഹ്യമായ പ്രകടനങ്ങൾ ആചാരങ്ങളിലുണ്ടാകാം. വിശ്വാസത്തിന് മൂലതത്വം അടങ്ങിയിട്ടുള്ളത് നമ്മിൽ വസിക്കുന്ന ക്രിസ്തുവിനെ സംബന്ധിച്ചാണ്. നമ്മിൽ വസിക്കുന്ന ക്രിസ്തുവിനെ ആനുകാലിക ലോകത്തിന് വെളിപ്പെടുത്തുകയാണ് വിശ്വാസ ജീവിതത്തിന്റെ ലക്ഷ്യം. പ്രത്യാശിക്കുന്നത് ക്രിസ്തുവിലുള്ള ജീവിതമാണ്. ആ ജീവിതം നിത്യതയുമായി ബന്ധപ്പെട്ടതാണ്. നിത്യതയിലേക്കുള്ളൊരു യാത്രയിലാണ് നമ്മളെന്നും നശ്വരതയിൽ നിന്ന് അനശ്വരതയിലേക്ക് പ്രവേശിക്കുന്ന മാർഗമാണ് വിശ്വാസമെന്നും തിരിച്ചറിയാൻ കഴിയാത്ത വിധം അന്ധമാക്കപ്പെട്ടു പോയൊരു മനസാക്ഷിയിലാണ് നമ്മളിന്ന് ജീവിക്കുന്നത്. അപ്പോൾ നമ്മുടെ ജീവിത ചുറ്റുപാടുകൾ നമ്മോട് പറയുന്നത് കാര്യങ്ങൾ കാണാനുള്ള ഒരു ദൈവത്തെക്കുറിച്ചാണ്. അത് കേവലം മൂർത്തി സങ്കല്പമാണ്. നിലനിന്നിരുന്ന ലോക മതങ്ങളിലെല്ലാം ഉണ്ടായിരുന്നത് ഇപ്രകാരം കാര്യങ്ങൾ നടത്തിത്തരുന്നൊരു ദൈവമാണ്. യഹോവ എന്ന് യഹൂദർ വിളിക്കുമ്പോൾ അവർ പ്രതീക്ഷിക്കുന്നത് അവരുടെ ജീവിതത്തിൽ
നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന, സമ്പൽ സമൃദ്ധി ഉണ്ടാക്കുന്ന, ആടുമാടുകളെ വർദ്ധിപ്പിക്കുന്ന, കൃഷി ഫലസമൃദ്ധമാക്കുന്ന, അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന, രാജ്യങ്ങൾ വെട്ടിപ്പിടിക്കുന്ന അധികാരപൂർണമായ ഒന്നായിട്ടാണ് യഹൂദർ യഹോവയെ കാണുന്നത്. അതുകൊണ്ട് ദൈവം അനുഗ്രഹിച്ചാൽ ജീവിതത്തിൽ സമ്പത്തുണ്ടാകുമെന്ന ബോധമാണ് യഹൂദ മതത്തിന്റെ ഭാഗമായിട്ടുള്ളത്. ഇന്ത്യയിലാണെങ്കിലും ലോകത്തെവിടെയാണെങ്കിലും ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്ക് കാണാം, മൂർത്തി സങ്കല്പങ്ങളൊക്കെ ഭൗതിക ജീവിതത്തെ സുരക്ഷിതമാക്കുന്ന, ഭൗതിക ജീവിതത്തിന് നന്മകൾ നൽകുന്ന, ഭൗതിക ജീവിതത്തിന്റെ സമ്പൽ സമൃദ്ധിക്ക് കാരണമാകുന്നവരെ കുറിച്ചാണ് പറയുക. കൊറിന്തിലുണ്ടായിരുന്ന വീനസ് എന്ന് പറയുന്ന ദേവത, രതിദേവത, ആ രതിദേവത അവിടുത്തെ കൃഷി വർദ്ധിപ്പിക്കുമെന്നും സമ്പത്ത് വർദ്ധിപ്പിക്കുമെന്നുമാണ് അവർ വിശ്വസിക്കുന്നത്. യഥാർത്ഥത്തിൽ ക്രിസ്തു നമ്മെ പഠിപ്പിച്ചത് സമ്പത്ത് വർദ്ധിപ്പിക്കാനോ അതല്ലെങ്കിൽ എന്തെങ്കിലും നേട്ടങ്ങൾ നേടാനോ ഉള്ള ഒന്നായിട്ടല്ല വിശ്വാസം. ക്രിസ്തു നമ്മെ പഠിപ്പിക്കുന്നത് വിശ്വാസം എന്നത് നിത്യരക്ഷയുമായി ബന്ധപ്പെട്ടൊരു കാര്യമായിട്ടാണ്. തിരുസഭ നമ്മെ പഠിപ്പിക്കുന്നത് നമ്മുടെ ജീവിതം നിത്യരക്ഷയിലേക്ക് പ്രവേശിക്കാൻ, അനശ്വരതയിലേക്ക് പ്രവേശിക്കാൻ ക്രിസ്തുവിൽ ജീവിക്കുക എന്നാണ്. എന്നാൽ യഥാർത്ഥ ബോധ്യം നഷ്ടപ്പെട്ട് പ്രത്യാശയെ പ്രതീക്ഷയാക്കി പരിമിതപ്പെടുത്തി ചിന്തിക്കുന്നവർ വിശ്വാസത്തിന്റെ വഴി ആചാരങ്ങളുടെ വഴിയായിട്ട് മാറ്റുന്നു. ആചാരങ്ങൾ തന്നെ അതിൻ്റെ അർത്ഥമറിയാതെ, പൊരുളറിയാതെ പിന്തുടരുന്നവരായി നമ്മൾ മാറിപ്പോകുന്നു. അങ്ങനെയാണ് ആചാരങ്ങൾ വിശ്വാസത്തിന്റെ പ്രകടരൂപം ധരിച്ച് നമ്മുടെ ജീവിതത്തെ കാർന്നു നിന്നുന്ന ആത്മീയ കച്ചവടങ്ങൾക്ക് വിട്ടുകൊടുക്കുന്നത്. അതുകൊണ്ട് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്, എന്ത് ചെയ്യുന്നു, ഏത് ആചാരം, ഈ ആചാരത്തിന് പിന്നിലുള്ളത് എന്താണ്. അങ്ങനെ ആചാരങ്ങളെ പരിശോധിക്കുകയും യാഥാർത്ഥ്യ ബോധത്തിലേക്ക് വരികയും ചെയ്യാൻ നമുക്ക് കഴിയണം. നമ്മൾ സാധാരണ ഏറ്റവും സിമ്പിളായി ചിന്തിക്കാവുന്ന കാര്യമാണ്, ഒരു കുരിശടയാളം വരയ്ക്കുമ്പോൾ പോലും അത് എന്തിനെന്ന ബോധ്യം നമുക്കില്ലാതെയാണ് നമ്മൾ പലപ്പോഴും ചെയ്യുന്നത്. നമ്മുടെ മാമോദീസ അനുസ്മരിക്കുന്നില്ല. ഒരു അടയാളം നമ്മുടെ ജീവിതത്തിനകത്ത് എങ്ങനെ പ്രയോഗവൽക്കരിക്കാമെന്ന ധാരണ ഇല്ലാണ്ട് പോകുന്നത് കൊണ്ട് പലപ്പോഴും നമ്മൾ തെറ്റിലേക്ക് വഴുതി പോകുന്നു. ചെയ്യുന്ന പ്രവൃത്തി എന്താണെന്ന് അറിയാതെയായി പോകുന്നു. ആത്മീയത യഥാർത്ഥത്തിൽ എന്താണ് നമുക്ക് പ്രദാനം ചെയ്യേണ്ടത് എന്ന സത്യബോധമില്ലാതെ തെറ്റിദ്ധാരണകളുടെ പുറകെ പോവുകയാണ്. അങ്ങനെ എല്ലാവരും വരയ്ക്കുന്നത് പോലെ ഒരു കുരിശടയാളം നമ്മൾ വരയ്ക്കുന്നു. ഇപ്പോൾ ധ്യാനം കൂടിയിട്ടുള്ളവരെ കുരിശടയാളം വരെ നമുക്കറിയാം, വളരെ വിശാലമായിട്ടാണ്, നെറ്റിയിൽ നിന്ന് തുടങ്ങി വിശാലമായ കുരിശാണ് വരയ്ക്കുക. അപ്പോൾ അതൊരു ഭക്തിയുടെ അടയാളമായിട്ടും ഒരു ആത്മീയമായ മെച്ചത്തിൻ്റെ, ആത്മീയമായ മേന്മയുടെ പ്രകടനമായിട്ടും ഒക്കെ നമുക്ക് തോന്നാം. ഒട്ടും ആത്മീയത ഇല്ലെന്ന് കരുതുന്ന, അല്ലെങ്കിൽ വെറുതെ പേരിന് ക്രിസ്ത്യാനിയായിരിക്കുന്നു എന്ന് പറഞ്ഞ ആളുകളുണ്ടല്ലോ, ഞായറാഴ്ച ക്രിസ്ത്യാനികൾ എന്നൊക്കെ വിളിക്കുന്ന ആളുകൾ. അവർ ദേവാലയത്തിൽ പോയിട്ട് എങ്ങനെയാണ് അവർ കുരിശ് വരയ്ക്കുമ്പോൾ ഇങ്ങനെയാണ് വരയ്ക്കുക, എല്ലാം ഇവിടെ തന്നെ തീരും. അപ്പോൾ ഇങ്ങനെ രണ്ട് തരത്തിൽ നമുക്ക് ആളുകളെ കാണാൻ പറ്റും. വാസ്തവത്തിൽ ഈ രണ്ടു പേർക്കും എന്താണ് ചെയ്തതെന്ന് ബോധ്യമില്ലെന്നുള്ളതാണ് പരമാർത്ഥം. അതായത് ഒരാൾ വരച്ച കുരിശെന്ന് പറഞ്ഞാൽ എന്തോ വലിയ കാര്യമാണെന്ന് വിചാരിച്ച് അയാൾ എന്താണ് കാര്യമെന്നറിയാതെ തന്നെയാണ് വരച്ചുകൊണ്ടിരിക്കുന്നത്. രണ്ടാമത്തെ ആൾ അതിനെ ഒട്ടും വില വയ്ക്കുന്നുമില്ല. രണ്ടുപേരും ചെന്ന് പെടുന്നത് അബദ്ധത്തിലാണ്. അതുകൊണ്ട് ഒരു കുരിശടയാളം നമ്മൾ നെറ്റിയിൽ വരയ്ക്കുന്നത് പോലും യാഥാർത്ഥ്യ ബോധമില്ലാതായി പോകുന്നു. അതുകൊണ്ട് അത് അനുഭവം പകരാത്ത ഒന്നായിട്ട് മാറുന്നു, അത് മടുപ്പുളവാക്കുന്നു. മറ്റൊരാൾ എന്തുകൊണ്ട് നീ കുരിശ് വരയ്ക്കുന്നു എന്ന് ചോദിച്ചാൽ ഉത്തരം പറയാനില്ലാത്തവരായിട്ട് നമ്മൾ മാറിപ്പോകും. കാരണം കുരിശടയാളം വരയ്ക്കുമ്പോൾ നാം ഒരു യഥാർത്ഥ ബോധ്യത്തിലേക്ക് വരികയാണ്, ക്രിസ്തു നമ്മിൽ വസിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞങ്ങളിൽ വസിക്കുന്ന ഞങ്ങളുടെ തമ്പുരാനെ, ഞങ്ങളുടെ ശത്രുക്കൾ ഞങ്ങളെ രക്ഷിക്കുക വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ. വിശുദ്ധ കുരിശ് മാമോദീസ വഴിയുള്ള കുരിശടയാളമാണ്. നമ്മളോട് വിശുദ്ധ കുരിശ് ഏതാണെന്ന് ചോദിച്ചാൽ കാൽവരിയിലെ കുരിശാണെന്ന് നമ്മൾ പറയും. കാൽവരിയിലെ കുരിശാണെന്നോ ആശീർവദിച്ച കുരിശാണെന്നോ ബെനഡിക്റ്റൻ ക്രോസ് ആണെന്നോ പറയാൻ നമുക്ക് എളുപ്പമാണ്. അവയൊക്കെ വിലമതിക്കാനും നമുക്ക് എളുപ്പമാണ്. ഇങ്ങനെ കാണപ്പെടുന്ന കുരിശ് രൂപങ്ങളെ വിലമതിക്കുന്ന നമ്മൾ നെറ്റിയിൽ വരച്ചിട്ടുള്ള മാമോദീസയുടെ കുരിശടയാളത്തിന് യാതൊരു വിലയും കൽപ്പിക്കുന്നില്ല. ഇതാണ് ഒരു കാര്യത്തെ തിരിച്ചറിയാതെ പ്രവർത്തിക്കുമ്പോൾ ആചാരത്തിന് കെട്ടിൽപ്പെട്ടു പോകുന്നതിൻ്റെ പ്രധാനപ്പെട്ട അടയാളം. ഒരിക്കൽ ഒരു ധ്യാനാവസരത്തിൽ ഒരു പുരോഹിതൻ തൻ്റെ കയ്യിൽ ഒരു കുരിശ് പിടിച്ചുകൊണ്ട് അഭിഷേക പ്രാർത്ഥനയ്ക്കായിട്ട് വരികയാണ്. നമ്മൾ നടത്തിയ ധ്യാനമാണ്. ആ ധ്യാനത്തിൻ്റെ അവസാനത്തിൽ സമർപ്പിതർക്കുള്ള ധ്യാനമായിരുന്നു. ആ ധ്യാനത്തിൻ്റെ അവസാനത്തിൽ കൈവപ്പ് ശുശ്രൂഷയുടെ സമയത്ത് ഈ പുരോഹിതൻ കയ്യിലൊരു കുരിശ് പിടിച്ചുകൊണ്ട് വരികയാണ്. അപ്പോൾ എനിക്ക് സംസാരിക്കാൻ അദ്ദേഹത്തെ പറഞ്ഞ് ബോധ്യപ്പെടുത്താനുള്ള സമയമില്ല. ഞാൻ അദ്ദേഹത്തിൻ്റെ കയ്യെ കയറി പതുക്കെ പിടിച്ചിട്ട് ചവിട്ടി പറഞ്ഞു, ആ കുരിശ് പോക്കറ്റിടാൻ പറഞ്ഞു. ഒരു നല്ല പുരോഹിതനായിരുന്നു, വിനയമുള്ള പുരോഹിതനായിരുന്നു അദ്ദേഹം. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ബോധ്യമനുസരിച്ച് എന്നോട് തർക്കിക്കേണ്ടതാണ്, ഞാൻ അൽമായനല്ലേ എന്ന് വിചാരിച്ച് അദ്ദേഹം എന്നെ നിരുത്സാഹപ്പെടുത്തേണ്ടതാണ്. പക്ഷെ അദ്ദേഹം ഒന്നും പറഞ്ഞില്ല. ഈ കുരിശ് പോക്കറ്റിലേക്ക് ഇട്ടു, കൈവപ്പ് ശുശ്രൂഷ നടത്തി. പുറത്തിറങ്ങിയപ്പോൾ ഞാൻ അച്ഛനോട് ചോദിച്ചു, അച്ഛൻ്റെ കയ്യിൽ ശുദ്ധതൈലം കൊണ്ട് അടയാളപ്പെടുത്തിയിട്ടുള്ള അഭിഷേകം ദൈവവചനം കയ്യിലേൽപ്പിക്കുകയും
ക്രിസ്തുവിൻ്റെ ദാസനായി സമർപ്പിക്കുകയും ചെയ്തിട്ടുള്ള അഭിഷേകം, അച്ഛനിൽ ദൈവം വസിക്കുന്നു എന്ന പരമമായ ബോധ്യം, ആ ബോധ്യം നഷ്ടപ്പെട്ടു പോകുമ്പോഴല്ലേ അച്ഛൻ തന്നെ ആശീർവദിച്ച ഒരു കുരിശിനെ പ്രധാനപ്പെട്ടതായി കരുതുന്നത്. ഈ അച്ഛൻ തന്നെ ആശീർവദിച്ച ഒരു കുരിശ്, ഒരു പുരോഹിതൻ ആശീർവദിച്ച കുരിശ് ഒരു പുരോഹിതൻ പിടിച്ചുകൊണ്ട് കൈവപ്പ് ശുശ്രൂഷ നടത്തുമ്പോൾ താൻ ആരെന്നും താൻ ചെയ്യുന്നതെന്തെന്നും ബോധ്യമില്ലാതെ പോകുമല്ലേ. അപ്പം അതുകൊണ്ട് അച്ഛനോട് ഞാൻ പുറത്തിറങ്ങിയപ്പോൾ പറഞ്ഞു, അച്ഛനോട് ക്ഷമിക്കണം, അച്ഛൻ അറിയാത്ത അച്ഛൻ്റെ മഹത്വത്തെക്കുറിച്ചാണ് ഞാൻ അച്ഛനോട് ഈ പ്രവൃത്തിയിലൂടെ പറഞ്ഞത്. അതുകൊണ്ട് അച്ഛനോട് ക്ഷമിക്കണം, ഞാൻ അങ്ങനെ ഒരു അധികാരഭാവം കാണിച്ചതല്ല, ഞാൻ അഹങ്കാരം കാണിച്ചതല്ല, എനിക്കൊരു സങ്കടമാണ് വന്നത്. തൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചിട്ടുള്ള അഭിഷേകത്തെ മറ്റുള്ളവർക്ക് വേണ്ടി കരവെപ്പ് നടത്തി ഹൃദയത്തിൽ ഉറച്ച ബോധ്യത്തോടെ ക്രിസ്തു എന്നിൽ വസിക്കുന്നുവെന്നും നിന്നിൽ വസിക്കുന്ന ബോധ്യത്തോടെ പ്രാർത്ഥിക്കാൻ കഴിയാതെ പോയതിനെക്കുറിച്ചാണ് ഞാൻ അങ്ങനെ പ്രവർത്തിച്ചത്. അതുകൊണ്ട് എന്നോട് ക്ഷമിക്കണം. അച്ഛൻ്റെ കണ്ണുകൾ നിറഞ്ഞുകൊണ്ടാണ് അച്ഛൻ പറഞ്ഞത്, സത്യത്തിൽ എന്നോട് ഇങ്ങനെ നിങ്ങളുടെ അകത്ത് ഈ പ്രവൃത്തി നടക്കുന്നത് ദൈവത്തിൻ്റെ അഭിഷേകമുണ്ട്, നിങ്ങളുടെ കരങ്ങളുടെ ശക്തി നിങ്ങൾ തിരിച്ചറിയുന്നില്ല എന്ന് ഒരു തിരിച്ചറിവ് എനിക്ക് തന്നത് ആദ്യമായിട്ടാണെന്നാണ് പറഞ്ഞത്. നമ്മൾ സാധാരണ രീതിയിൽ ആലോചിച്ച് നോക്കിയേ, കൈകൾ വെച്ച് പ്രാർത്ഥിക്കേണ്ട ആളുടെ അടുത്ത് ഇരുമ്പോൾ കൈവച്ച് പ്രാർത്ഥിക്കും. അപ്പോൾ ചിലർ പറയും കൈവച്ച് പ്രാർത്ഥിക്കുന്നത് പുരോഹിതർ മാത്രമേ കൈവച്ച് പ്രാർത്ഥിക്കാവൂ, അൽമായർ കൈവച്ച് പ്രാർത്ഥിക്കരുതെന്ന് പറയും. അതുകൊണ്ട് കുറേ നാളുകൾ ആദ്യകാലങ്ങളിലൊക്കെ ഞാൻ കൈവപ്പ് നടത്താതെയാണ് ഇരുന്നത്. പിന്നീട് പുരോഹിതന്മാർ തന്നെ നിർബന്ധിച്ചിട്ടാണ് കൈവപ്പൊക്കെ ആരംഭിച്ചത്. അപ്പോൾ ഈ കരങ്ങൾ വയ്ക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താ? നമ്മൾ വിചാരിക്കുന്നത് ഈ കരം വയ്ക്കുന്ന ആൾ വലിയ ആളും മറ്റേ ആൾ ചെറിയ ആളുമായിട്ടാണെന്നാണ്. അതുകൊണ്ട് ഇയാൾക്കൊന്നും മാന്ത്രിക ശക്തി ഉണ്ടെന്നും ഇയാളൊരു മഹാനാണെന്നുമാണ് ഇപ്പോഴും കൺവെൻഷൻ വേദികളിൽ പോലും ഈ കരം വെപ്പിനായിട്ട് ചെല്ലുന്ന ആളുകൾ തെറ്റിദ്ധരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ധ്യാനം കഴിയുമ്പോഴൊക്കെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആളുകൾ വന്നിട്ടൊന്ന് കൈവച്ചെന്ന് പറയും. ഈ കൈവച്ചിട്ട് എന്തിനാ? കൈവച്ചിട്ട് പറയുന്നത് എന്നെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞോന്നറിയാനാ, കണിയാമ്പണി ചെയ്യുമെന്നറിയാനാ, അഥവാ നമ്മളെന്തോ പ്രത്യേകതയുള്ള ആളാണെന്ന് ധരിച്ചിട്ടാണ്. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മളൊക്കെ സാധാരണ മനുഷ്യരാണ്, ദൈവസന്നിധിയിൽ ഒരുപോലെയാണ്. നിങ്ങളെ ശുശ്രൂഷിക്കാൻ ഒരു അവസരം ദൈവം എനിക്ക് തരികയും നിങ്ങളത് സ്വീകരിക്കുകയും ചെയ്യുന്നതുകൊണ്ട് ഞാൻ ശുശ്രൂഷിക്കുന്നു എന്നല്ലാതെ അതിൽ മേന്മ ഭാവിക്കാൻ എൻ്റെതായിട്ടൊന്നുമില്ല. ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് എൻ്റെ അറിവിൻ്റെയും എൻ്റെ പാണ്ഡിത്യത്തിൻ്റെയും ഒരു കൊടുമുടിയുടെ മുകളിൽ നിന്നിട്ടല്ല. സാധാരണ ജീവിതത്തിനകത്ത് നാം അനുഭവിക്കുന്ന കാര്യങ്ങളെ ദൈവാത്മാവിൻ്റെ വെളിച്ചത്തിൽ തിരിച്ചറിയാൻ ഒരു പ്രേരണയായി ദൈവം എന്നെ ഉപയോഗിക്കുന്നു. അത് നിങ്ങൾക്ക് വേണ്ടിയാണ്, നിങ്ങളാണ് യഥാർത്ഥത്തിൽ പ്രധാനപ്പെട്ടവർ. എനിക്കിതിനകത്തുള്ള റോള് എന്നെ ഇങ്ങനെ കൊടുക്കുക എന്നുള്ള ദൈവം പറഞ്ഞത് അനുസരിക്കുന്നതിൻ്റെ മേന്മ മാത്രമാണ്. പക്ഷേ അപ്രകാരം എന്നെ കേൾക്കുന്ന ഓരോരുത്തർക്കും ഞാൻ വിചാരിക്കുന്ന എന്നേക്കാൾ കൂടുതൽ മെച്ചപ്പെട്ട ഒരു ആത്മീയ ജീവിതം ഉണ്ടെന്നാണ്. കാരണം നമ്മളെപ്പോഴും വിചാരിക്കേണ്ടത് നമ്മുടെ കുറവുകൾ അറിയുന്നത് നമ്മൾ മാത്രമാണല്ലോ. എല്ലാവരും വിചാരിക്കുന്നത് കുറവുള്ളവരാണെന്നാണ്. ആ കുറവുകളെ കുറിച്ചുള്ള പരിഭവം അല്ലെങ്കിൽ ആ പരിതാപം ഉള്ളിലുള്ളത് കൊണ്ട് നാം മറ്റുള്ളവരെ മഹാന്മാരായിട്ട് കരുതും. അപ്പോൾ നാം തിരിച്ചറിയേണ്ടത്, രണ്ടുപേർ കരങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താ? ഒരാളുടെ ശക്തി ഒരാളിലേക്ക് ഒഴുകുകയല്ല. രണ്ടുപേർ ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഒരാൾ വിശ്വാസത്തിൽ ദുർബലതയും ഒരാൾ വിശ്വാസത്തിൽ ഉറപ്പുമുള്ളയാൾ. ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്നയാൾ എപ്പോഴും വിശ്വാസത്തിൽ ഉറച്ച മനോഭാവത്തോടെയാണ്, മറ്റേയാൾക്ക് ഒരു ചഞ്ചലിപ്പുണ്ട്. ഈ രണ്ടുപേർ ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഒരാളുടെ വിശ്വാസം മറ്റൊരാളിലേക്ക് പകരുകയും ആ വിശ്വാസത്തിൻ്റെ ശക്തിയാൽ രണ്ടുപേരും ഒന്നായിത്തീരുകയും ദൈവസന്നിധിയിൽ ഒരു പ്രാർത്ഥനയായി തീരുകയും ചെയ്യും. ഇത്തരത്തിലല്ലാതെ ഒരു മാന്ത്രിക ശക്തിയുള്ള ഒരാളെ വിട്ട് വേറൊരാൾക്കൊരു അത്ഭുതം നടത്തി കൊടുക്കുന്ന ഒരു ഏർപ്പാടല്ല കൈവപ്പ് പ്രാർത്ഥനയിലുള്ളത്. ഇനി അധികാരപൂർണമായ കൈവപ്പുകളിൽ എങ്ങനെയാണ് നമുക്ക് സാധാരണ മനസ്സിലാകും. പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നു എന്ന് പറയുമ്പോൾ ഒരു സാധാരണഗതിയിൽ ഒരു പുരോഹിതനോ അല്ലെങ്കിൽ ഒരു മെത്രാൻ തന്നെയോ കരം വെച്ച് പ്രാർത്ഥിച്ചാൽ ആരും സ്ഥൈര്യലേപനത്തിൻ്റെ സമയത്ത് താഴെ വീഴുന്നില്ല. പരിശുദ്ധാത്മാവിന് നൽകുന്ന വിശ്വാസത്തിൽ ഉറപ്പ് നമുക്ക് അങ്ങനെയാണ്. സ്ഥൈര്യലേപനത്തിൽ പരിശുദ്ധാത്മാവ് നൽകപ്പെടുന്നു. ഈ പരിശുദ്ധാത്മാവിനെ അങ്ങനെ കിട്ടുമ്പോൾ ആരും വീഴുന്നില്ല. പക്ഷേ മൈക്കിലൂടെ പരിശുദ്ധാത്മാവ് വരുന്നു എന്ന് പറഞ്ഞ് ഊതുമ്പോൾ ആ കാറ്റ് ഉച്ചഭാഷണിയിലൂടെ കടന്നു വന്ന് ഈ ആളെ വീഴ്ത്തുന്നു. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ഒരു അന്ധവിശ്വാസം നടക്കുന്നില്ലേ? യഥാർത്ഥത്തിൽ കർത്താവ് വിശ്വസിച്ച് ഊതി നിശ്വസിച്ചു, അങ്ങനെ പരിശുദ്ധാത്മാവിനെ നൽകി എന്ന വചനമാണ് ഇവിടെ പ്രയോഗിക്കുന്നത്. പ്രയോഗിക്കുമ്പോൾ നേരിട്ട് ഊതുകയല്ല, യഥാർത്ഥത്തിൽ ചെയ്യുന്നത് ഉച്ചഭാഷണിയിലൂടെ ഊതുകയാണ്. ഉച്ചഭാഷണിയിലൂടെ ഊതുമ്പോൾ കാറ്റല്ല വരുന്നതെന്നും ശബ്ദമാണെന്നും വിശ്വാസം തിരിച്ചറിയാതെ പോകുന്നു. ഊതിയാൽ വരുന്നയാളാണ് പരിശുദ്ധാത്മാവെന്ന് എപ്പോഴും തെറ്റിദ്ധരിക്കുന്നു. അങ്ങനെ നമ്മുടെ അകത്തുള്ള പരിശുദ്ധാത്മാവിനെ വിലമതിക്കാതെ ഊതിയാൽ വരുന്നൊരു പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള ബോധ്യം കൊണ്ട് കൈവപ്പ് ശുശ്രൂഷയ്ക്കകത്ത് കാറ്റടിച്ചാൽ ഉരുണ്ടു വീഴുന്നവരായി നമ്മൾ മാറുന്നു. വാസ്തവത്തിൽ ഒരു അന്ധവിശ്വാസത്തിൽ, ഒരു അബദ്ധ ബോധ്യത്തിൽപ്പെട്ടാണ് അത്തരത്തിൽ നാം വീഴുന്നത്. നമ്മുടെ മനസ്സാണ് അവിടെ മയങ്ങുന്നത്. യഥാർത്ഥത്തിൽ സംഭവിക്കുന്ന എന്താണെന്ന് നമ്മൾ തിരിച്ചറിയുന്നില്ല.
ചിലറ്റും പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്ത് പ്രവർത്തിക്കുന്നുവെന്ന് നമുക്കിപ്പോഴും ബോധ്യമായിട്ടില്ല. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ നിരന്തരം വിളിച്ച് പ്രാർത്ഥിക്കുന്നവരാണ് നമ്മൾ. അകമേ വസിക്കുന്ന ദൈവത്തെക്കുറിച്ച് യാഥാർത്ഥ്യ ബോധമില്ലാത്തവരുമാണ്. ഇത് ഒരു കാര്യത്തിൽ മാത്രമല്ല, നിരവധിയായ അനാചാരങ്ങൾക്ക് കാരണമായിട്ട് മാറുന്നത് തിരിച്ചറിവില്ലാതെ പോകുന്നതാണ്. ദേവാലയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെ ആനവാതിലിൻ്റെ അടുത്ത് വിശുദ്ധജലം വെച്ചിട്ടുണ്ട്, ഹനാൻ വെള്ളം വെച്ചിട്ടുണ്ട്. എല്ലാ വാതിലുകളുടെ സമീപത്തും അതിനുള്ള പാത്രങ്ങളുണ്ട്. ഇപ്പോൾ അത് കുറഞ്ഞു വരികയാണ്. കാരണം ഇത് കാര്യമായിട്ട് ബോധ്യമില്ലാണ്ട് വരുമ്പോഴാണ് ഒക്കെ കുറഞ്ഞു വരിക. ഓരോ ആചരണത്തിൻ്റെയും പുറകിലുള്ള അർത്ഥമറിയാതെ പോകുമ്പോൾ കാലക്രമേണ അത് അപ്രത്യക്ഷമായിട്ട് പോകും. അപ്പോൾ നേരത്തെ ഇങ്ങനെ ഈ വിശുദ്ധജലം എല്ലായിടത്തും വെച്ചിരുന്നു. ആ വിശുദ്ധജലം 2 സമയത്ത് ആളുകൾ കുരിശ് വരയ്ക്കുന്നത് കണ്ടിട്ടുണ്ട്. ഒന്ന് ദേവാലയത്തിനകത്തേക്ക് കയറി പോകുമ്പോൾ, ഒന്ന് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ. അപ്പോൾ ഈ അകത്തേക്ക് കയറി പോകുമ്പോൾ എന്തിനാണ് കുരിശ് വരയ്ക്കുന്നത്, പുറത്തേക്ക് പോകുമ്പോൾ എന്തിനാണ് കുരിശ് വരയ്ക്കുന്നത് വെച്ചാൽ ആനാവെള്ളം വെച്ചിട്ടുള്ളത് കൊണ്ടെന്നുള്ള സാമാന്യ ഉത്തരം അല്ലാതെ അതെന്തുകൊണ്ടാണെന്ന് ബോധ്യത്തിലല്ല പലപ്പോഴും നമ്മൾ സ്വീകരിക്കുന്നത്. ഞായറാഴ്ച ദിവസം ആനവാതിൽ തുറക്കുന്നത് എന്താണ്, മറ്റു ദിവസങ്ങളിൽ ആനവാതിൽ തുറക്കാത്തത് എന്താണ്, ഇതൊന്നും നമുക്ക് ഉത്തരവില്ല. അതുകൊണ്ട് ഇപ്പോൾ എല്ലാ സമയത്തൊക്കെ വാതിൽ തുറക്കുന്നുണ്ട്. ആനവാതിൽ തുറക്കുന്നത് വിശ്വാസികളെ മുഴുവൻ സ്വീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. ഇനി നമ്മൾ ഈ വാതിലിലൂടെ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ നാം മാമോദീസയെ അനുസ്മരിച്ചുകൊണ്ടാണ് ദേവാലയത്തിൽ പ്രവേശിക്കേണ്ടത്. ഏത് ദേവാലയത്തിൽ പ്രവേശിക്കുമ്പോഴും മാമോദീസയെ അനുസ്മരിച്ചുകൊണ്ടാണ്. എന്തുകൊണ്ടാണ് മാമോദീസയെ അനുസ്മരിക്കുന്നത്? ഭൂമിയിലെ ദൈവരാജ്യത്തിന്റെ പ്രതീകമാണ് ഓരോ ആരാധനാലയവും. ഓരോ പള്ളിയും യഥാർത്ഥത്തിൽ ഭൂമിയിലെ ദൈവരാജ്യത്തിന്റെ മുന്നാസ്വാദനമാണ്. അവിടെ അതുകൊണ്ടാണ് വിശുദ്ധരുടെ തിരുസ്വരൂപങ്ങൾ വെച്ചിട്ടുള്ളത്, പരിശുദ്ധ കുർബാന വെച്ചിട്ടുള്ളത്. അവിടെ ചെല്ലുമ്പോൾ ദൈവസന്നിധിയിലേക്ക് നാം ആനയിക്കപ്പെടുന്നു എന്ന ബോധ്യമാണ് നമുക്ക് ഉണ്ടാകേണ്ടത്. ഇത് കേവലമായി ഒരു സാങ്കല്പികമായ ഒരു കാര്യം പറഞ്ഞതല്ല. കാരണം മാമോദീസയിൽ നാം മാമോദീസ സ്വീകരിക്കാനായ ആനവാദിനടുത്ത് എന്ന് നിൽക്കുമ്പോൾ പുരോഹിതൻ ചോദിക്കുന്ന ചോദ്യം ഇതാണ്: ദൈവരാജ്യത്തിൽ അംഗമാകാൻ ആഗ്രഹിക്കുന്നുവോ? പിശാചിനെയും അവൻ്റെ ആഡംബരങ്ങളും ഉപേക്ഷിക്കുന്നുവോ? ഈ 2 കാര്യങ്ങളും യഥാർത്ഥത്തിൽ ദേവാലയത്തിന് മുന്നിൽ വെച്ചാണ് ചെയ്യുന്നത്. ദേവാലയത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയാണ് ദൈവരാജ്യത്തിൽ അംഗമാകാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുമ്പോൾ എങ്കിൽ അകത്തു വരാം. അപ്പൊ അകത്ത് വന്നത് ഭൂമിയിലെ ദൈവരാജ്യത്തിന്റെ പ്രതീകമായ അടയാളമായ ദേവാലയത്തിനകത്താണ്. ആ ദേവാലയത്തിനകത്ത് പ്രവേശിക്കുമ്പോൾ മാമോദീസയെ അനുസ്മരിച്ച് നെറ്റിയിൽ ഈ വെള്ളം പൂശി അകത്ത് കയറാൻ വേണ്ടിയാണ് സാധാരണഗതിയിൽ അവിടെ വെള്ളം വെച്ചിട്ടുള്ളത്. പുറത്തേക്ക് പോകുമ്പോൾ വെള്ളം പൂശി പോകുന്നയാൾ ഏതർത്ഥത്തിലാണ് അത് ഉപയോഗിക്കുന്നതെന്ന് തിരിച്ചറിയുന്നില്ല. അകത്തേക്ക് വരുമ്പോഴാണ് ചെയ്യേണ്ടത്, പക്ഷെ പുറത്തേക്ക് പോകുമ്പോഴും ചെയ്യുന്നുണ്ട്. കാര്യം അറിയാതെയാണ്. എവിടെ എന്ത് കണ്ടാലും ആരെങ്കിലും ചെയ്യുന്നത് കാണുമ്പോൾ അതെല്ലാം അനുവർത്തിക്കുന്നതാണ് വിശ്വാസത്തിന് അടയാളമെന്ന് തെറ്റിദ്ധരിക്കുന്നു. ഇതാണ് ആചാരങ്ങൾക്കകത്ത് അതിൻ്റെ അർത്ഥമറിയാതെ പോകുമ്പോഴാണ് പിഴവ്. അപ്പോൾ മാമോദീസയെ ഓർത്തില്ല, അതിൽ നിന്ന് ലഭിക്കേണ്ട ഒരു ഗുണവും ലഭിച്ചില്ല. വിശ്വാസം അനുഭവമായി മാറേണ്ട പ്രധാനപ്പെട്ട ഒരു സ്ഥലം അങ്ങനെ അസാധുവായി പോയി. അതുകൊണ്ടാണ് ഇപ്പോൾ ദേവാലയങ്ങളിൽ ആനാവെള്ളം വെക്കുന്ന പതിവ് കുറഞ്ഞു വരികയാണ്. അതുപോലെ പള്ളിയിൽ മണിയടിക്കുമ്പോൾ ആ മണിയടിക്കുന്നതിനൊക്കെ അർത്ഥം ഉണ്ടായിരുന്നു. ഈ അർത്ഥമൊന്നും തിരിച്ചറിയാതെയാണ് നമ്മൾ പലപ്പോഴും പോകുന്നത്. ഞാനിങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ പറയുന്നത് വിശ്വാസികളായ നമ്മൾ ഓരോരുത്തരും ഇതൊക്കെ കേൾക്കുന്നുണ്ട്, പക്ഷെ ഇതൊന്നും ശ്രദ്ധിക്കാതെ പോകുന്നത് കൊണ്ട് എന്താണ് ചെയ്യേണ്ടതെന്നും എന്തിനാണതെന്നും നമുക്കറിയാൻ പറ്റുന്നില്ല. 12 മണിക്ക് പള്ളി മണിയടിക്കുമ്പോൾ 12 മണിയായെന്നാണ് നമ്മൾ വീട്ടിലിരുന്ന് പറയുന്നത്. 12 മണിയായി. 12 മണിയാകുന്നത് അറിയിക്കാനുള്ള സ്ഥലമാണോ പള്ളി? അതിന് മുനിസിപ്പാലിറ്റി ഇല്ലേ? അല്ലെങ്കിൽ സർക്കാർ സംവിധാനങ്ങളില്ലേ സമയം അറിയിക്കാനാണെങ്കിൽ? ഞങ്ങളുടെയൊക്കെ നാട്ടിൽ മുനിസിപ്പാലിറ്റി സൈറനുണ്ട്, പല കമ്പനികളിലും സൈറനുണ്ട്. ആ സൈറൻ കേട്ടിട്ടൊക്കെ ആളുകൾ ഇങ്ങനെ പറയും ഇത്ര മണിയായി. 5 മണിക്ക് സൈറൻ കേൾക്കുമ്പോൾ ആൾക്കാർ തൊഴിൽ നിർത്തി ഇറങ്ങുന്ന സമയത്ത് സൈറൻ മുഴങ്ങുമ്പോൾ 5 മണിയായെന്നൊക്കെ നമ്മൾ പറയും. വാസ്തവത്തിൽ അങ്ങനെ സൈറൻ മുഴക്കാൻ വേണ്ടിയാണോ പള്ളി മണി വെച്ചിട്ടുള്ളത്? പള്ളിയിൽ ഓരോ സമയത്തും മണിയടിക്കുന്നതിന് പ്രത്യേകതയുണ്ട്. ഇപ്പോൾ രാവിലെ പള്ളിയിൽ മണിയടിക്കുമ്പോൾ നമ്മൾ കുർബാനയിലേക്ക് പ്രവേശിക്കുന്നു എന്ന കാര്യം അറിയും. ഇപ്പോൾ കുർബാനയ്ക്ക് പോകാൻ പറ്റാത്ത ഒരാൾ, വീട്ടിൽ കിടക്കുന്ന ഒരാൾ, അയാൾക്ക് കുർബാനയ്ക്ക് പോകാൻ സാധ്യമല്ല. അപ്പോൾ കുർബാനയ്ക്ക് പോകാൻ സാധ്യമല്ലാത്ത ഒരാൾ വീട്ടിൽ കിടക്കുമ്പോൾ അയാൾക്ക് കുർബാനയിൽ മനസ്സുകൊണ്ട് പങ്കെടുക്കാനുള്ള ഒരവസരമാണ് ആ മണിയടിക്കുന്നത്. അത് തിരിച്ചറിയുന്നില്ല. നമ്മുടെ ആളുകൾ എങ്ങനെയാണ് ടി വിയിൽ കുർബാന വെച്ച് കാണുന്നവരാണ്. ഈ ടി വിയിൽ കുർബാന വെച്ച് കാണുക എന്നുള്ളത് മഹാബദ്ധമാണ്. ഇപ്പോഴും പണ്ട് ഇറ്റലിയിലേക്ക് പോയ അച്ഛന്മാർ ഇപ്പോഴും ടി വിയിലിരുന്ന് കുർബാന ചൊല്ലിക്കൊണ്ടിരിപ്പുണ്ട്. പോകുന്നതിന് മുമ്പ് ചൊല്ലിക്കൊടുത്ത കുർബാനയാണ് ഇപ്പോഴും അതിങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നത്. സിനിമ പോലെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടാൽ കുർബാനയാകുമെന്ന് തെറ്റിദ്ധരിപ്പിച്ചത് കുർബാനയോടുള്ള യഥാർത്ഥ വിശ്വാസത്തിൽ മനുഷ്യനെ വീഴ്ത്തിയ ആളുകളാണ്. അവർ തന്നെയാണ് പരിശുദ്ധ കുർബാന ഇങ്ങനെ മാംസമായിട്ട് മാറിയെന്ന് പറഞ്ഞ് പ്രഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. കുർബാന ഇങ്ങനെ ടി വിയിലൂടെ വിടാവുന്ന കേവല ചിത്രമായി ഒരു സിനിമ പോലെ ഷൂട്ട് ചെയ്ത് അയക്കാവുന്ന കാര്യം മാത്രമായി
തെറ്റിദ്ധരിച്ച് അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിച്ച് സമൂഹത്തിനകത്ത് കുർബാനയിലുള്ള യഥാർത്ഥ ഭാഗഭാഗിത്വത്തെ തള്ളിക്കളയുന്ന ആളുകളാണ് ഇത്തരത്തിൽ കുർബാനയെക്കുറിച്ചുള്ള മഹത്വം പറഞ്ഞുകൊണ്ട് വരുന്നത്. ഇനി വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇനി പറയുന്ന ന്യായവാദം ഇതാണ്, പോകാൻ പറ്റാത്തവർക്ക് വേണ്ടെന്നാണ് ചോദിക്കുന്നത്. പോകാൻ പറ്റാത്തവർക്ക് കുർബാന അർപ്പിക്കേണ്ട കാര്യമില്ല. ഈ വൈക്കം മുഹമ്മദ് ബഷീർ പറഞ്ഞ പോലെ ഭ്രാന്തുള്ളവർക്ക് പ്രാർത്ഥിക്കണമെന്നില്ല എന്ന് പറഞ്ഞ പോലെ കുർബാന അർപ്പിക്കാനായി പോകാൻ കഴിയാതെ കിടപ്പ് രോഗിയ ഒരാൾ, ആ കിടപ്പ് തന്നെ അയാളുടെ കുർബാനയാണ്. അയാൾക്ക് വേണ്ടിയാണ് പള്ളിയിൽ മണിയടിക്കുന്നത്. പണ്ടൊക്കെ കുർബാന കൗദാശിക സ്ഥാപന വചനങ്ങളുടെ സമയത്ത് മണിയടിക്കുമായിരുന്നു. ആ മണിയടിക്കുന്നത് ആ സമയത്ത് വീട്ടിൽ ജോലിയിലായിരിക്കുന്നവർ, പലയിടങ്ങളിലായിരിക്കുന്നവർ, അവർക്ക് ബലിയർപ്പിക്കാൻ വരാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ആ സമയത്ത് അവർക്കത് ഓർക്കാനും സ്വയം അർപ്പിക്കാനും വേണ്ടിയായിരുന്നു. ഇന്ന് അതൊക്കെ നിന്നുപോയി. കാരണം ഇതിൽ അർത്ഥമറിയാത്തത് കൊണ്ട് നിന്ന് പോകുന്നതാണ്. കാര്യം എന്തിനാണെന്നറിയാതെ കുറെ കാലം ഉപയോഗിച്ച് കഴിയുമ്പോൾ, നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വസ്തു എന്തിനാണ് ഉപയോഗിക്കുന്നത് അറിയാതെ കുറെ കാലം ഉപയോഗിച്ച് കഴിയുമ്പോൾ അനാവശ്യമായിട്ട് തോന്നും, അത് നമ്മൾ തള്ളിക്കളയും. അപ്പൊ അങ്ങനെ കുർബാനയ്ക്കകത്ത് മണിയടിക്കുന്നു, അതറിയുന്നില്ല. കുർബാന TV-യിൽ കണ്ട് സംതൃപ്തി അടയുന്നു, അറിയുന്നില്ല. കുർബാന കാണുകയും ചിപ്സ് തിന്നുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. കുർബാന ചെല്ലുമ്പോൾ ഈ കുർബാനയിൽ കേൾക്കുന്ന ഈ ശബ്ദമാണ് കുർബാന എന്ന് തെറ്റിദ്ധരിച്ച്, ഈ ചിത്രമാണ് കുർബാന എന്ന് ധരിച്ച് കുർബാന കാണുന്ന ഒരു പഴയ പതിവ്, അർത്ഥമറിയാതെ ഭാഷ വേറെയായിരുന്ന കാലത്ത് ലാറ്റിനും സിറിയനും ഒക്കെ ഉപയോഗിച്ചിരുന്ന കാലത്ത് കുർബാന കാഴ്ചക്കാരായിരുന്നത് പോലെ ഇപ്പോഴും കാഴ്ചക്കാരായി മാറിപ്പോകുന്ന പാവങ്ങൾ. അപ്പൊ അതുകൊണ്ട് ഈ തെറ്റിദ്ധാരണ പുലർത്തുന്ന കച്ചവടങ്ങൾക്ക് ഇട കൊടുക്കുന്നത് യഥാർത്ഥത്തിൽ വിശ്വാസികളാണെന്ന് വേണം കരുതാൻ. കൊറോണ വന്ന സമയത്ത് വിളിക്കാവുന്നത്ര അച്ഛന്മാരൊക്കെ വിളിച്ച് ഞാൻ പറഞ്ഞു, കുർബാന സംപ്രേഷണം ചെയ്യരുത്, ഇത് അബദ്ധം പിടിച്ച ഏർപ്പാടാണ്. അവർ പറഞ്ഞു ആളുകൾ കുർബാനയിൽ നടന്നു പോകും, വീട്ടിലിരുന്ന് കാണട്ടെ. അപ്പോൾ അങ്ങനെ കാണാൻ വേണ്ടി, വീട്ടിലിരുന്ന് കാണാൻ വേണ്ടി പള്ളിയിൽ അച്ഛൻ ഒറ്റയ്ക്ക് കുർബാന ചൊല്ലി ക്യാമറയിൽ പകർത്തി ലൈവായിട്ട് ആളുകൾക്ക് വിട്ടുകൊടുത്തു. അപ്പൊ ആളുകൾക്ക് വിട്ടുകൊടുത്തപ്പോൾ യഥാർത്ഥത്തിൽ സംഭവിച്ചെന്താ? ഇനി ദേവാലയത്തിൽ പോകണമോ? ഇനി ദേവാലയത്തിൽ പോയി പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കണമോ? പരിശുദ്ധ കുർബാനയിലെ പങ്കാളിത്തം, ഈ കൂട്ടായ്മയുടെ ഒത്തുചേരൽ, അങ്ങനെ കൂട്ടായ്മയായി സ്വയം അർപ്പിക്കുന്നതിൻ്റെ പ്രത്യേകത, ആ പ്രാധാന്യമൊക്കെ നഷ്ടപ്പെട്ടു പോയി. അപ്പൊ അനേകർ ഇപ്പോൾ ദേവാലയങ്ങളിൽ പോകാണ്ടായിട്ടുണ്ട്. അനേകർ ദേവാലയങ്ങളിൽ പോകാണ്ടായത് കൊറോണ വന്നപ്പോൾ പള്ളി പോകാൻ പറ്റാതായതല്ല. കൊറോണ വന്നപ്പോൾ പള്ളി പോകാൻ പറ്റാതെ ആയതാണെങ്കിൽ നിശ്ചയമായിട്ടും കൊറോണ കഴിയുമ്പോൾ ഇരട്ടി ആളുകൾ പോയേനെ. ഇതിന് ഉദാഹരണം ഞാൻ പറയാം. കൊറോണ വന്ന കാലത്ത് തിരുനാളുകളില്ലായിരുന്നു, ഉത്സവങ്ങളില്ലായിരുന്നു. കൊറോണ കഴിഞ്ഞ് തിരുനാളുകളും ഉത്സവങ്ങളും തുടങ്ങിയപ്പോൾ ആൾക്കൂട്ടം കുറഞ്ഞിട്ടുണ്ടോ? ആൾക്കൂട്ടം കുറഞ്ഞിട്ടില്ല. കാരണം തിരുനാൾ നിങ്ങൾക്ക് ക്യാമറയിലൂടെ കാണാൻ കഴിയില്ല. തിരുനാൾ നിങ്ങൾക്ക് ഇങ്ങനെ ഷോ കാണിക്കാൻ കഴിയില്ല. കുർബാനയെ വെറുതെ ഷോയാക്കി മാറ്റി യഥാർത്ഥത്തിൽ കുർബാനയുടെ അന്തസ്സത്തെയും കൂട്ടായ്മയുടെ ശക്തിയും എന്താണെന്ന് തമസ്കരിച്ച് കളഞ്ഞു, അത് ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. അത് ആളുകളുടെ ഹൃദയത്തിൽ നിന്ന് പോയപ്പോൾ ഇനിയിപ്പോൾ രാവിലെ പള്ളിയിൽ എഴുന്നേറ്റ് പോകണമെന്നില്ല, TV-യിൽ ഒരു കുർബാന കണ്ടാൽ മതി എന്ന സ്ഥിതിയിലേക്ക് മാറി. ചിലറ്റം പ്രിയപ്പെട്ടവർ, ഇതാണ് ആചാരത്തെ അർത്ഥമറിയാതെ പ്രയോഗിക്കുന്നതിൻ്റെ അപകടം. നൂതന സാങ്കേതിക വിദ്യകളുണ്ടെന്ന് കരുതി കുർബാനയെ സാങ്കേതികമായ ഒരു കാര്യമാക്കി മാറ്റിയാൽ യഥാർത്ഥത്തിൽ അതിനകത്തുള്ള ജൈവികമായ പങ്കാളിത്തം നഷ്ടപ്പെട്ടു പോകും. ഈ ജൈവിക പങ്കാളിത്തം നഷ്ടപ്പെട്ടു പോയത് കൊണ്ടാണ് കുർബാനയിൽ വിശ്വാസമുള്ളവർ കുർബാനയെ ഹൃദയത്തിന്റെ ഭാഗമാക്കിയിരുന്ന അനേകർ ദേവാലയത്തിൽ എത്തിച്ചേരാതിരിക്കാൻ കാരണമായി മാറിയത്. മണിയടിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ തുടങ്ങിയത്. അങ്ങനെ ഉച്ചയ്ക്ക് മണിയടിക്കുന്നു, 12 മണിക്ക്, രാവിലെ മണിയടിച്ചു, ഉച്ചയ്ക്ക് മണിയടിച്ചു, വൈകിട്ട് മണിയടിക്കുന്നു. എന്തിനാണ് ഈ 3 നേരം മണിയടിക്കുന്നത്? ഈ 3 നേരം മണിയടിക്കുന്നത് 1 1 1 1 1 1 1 1 1 ആണ്. ത്രികാല ജപം ചെല്ലാനുള്ള സമയമാണ്. ഇത് വളരെ വ്യക്തമായി ത്രികാല ജപം ചെല്ലാൻ വേണ്ടി 3 സമയത്ത് ത്രികാല ജപം ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. അങ്ങനെ ത്രികാല ജപം ചെയ്യുന്നത് എന്തിനാ? ത്രികാല ജപം ചെയ്യുമ്പോൾ യേശുവിനെ മനുഷ്യാവതാരത്തെ ഓർത്ത് പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ ത്രികാല ജപം ചൊല്ലി യേശുവിന്റെ മനുഷ്യാവതാരത്തെ ഓർത്ത് പ്രാർത്ഥിക്കേണ്ട 3 സമയങ്ങളിൽ ദേവാലയങ്ങളിൽ മണിയടിച്ചിരുന്നു. എന്നാൽ മണിയടി കുറഞ്ഞു പോയിട്ടുണ്ട്. കാരണം മണിയടിക്കുന്നതിൻ്റെ കാര്യമില്ലാണ്ടായി. മണിയടിച്ചിട്ട് കാര്യമില്ലാണ്ടായി. എന്തിനാണെന്നറിയാത്തത് കൊണ്ട്, ആരും അതിനെ ഫോളോ ചെയ്യാത്തത് കൊണ്ട്, എന്താണ് മണിയെന്നറിയാത്തത് കൊണ്ട് അത് വിട്ടുകളഞ്ഞു. അങ്ങനെ ത്രികാല ജപം ഒന്ന് നഷ്ടപ്പെട്ടു. ഞാനൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ രാത്രി 9 മണിക്ക് ഈ ത്രികാല ജപം കൊന്തയ്ക്ക് മുമ്പ് ചെല്ലുന്നു. പുസ്തകത്തിൽ കൊന്തയ്ക്ക് മുമ്പ് ത്രികാല ജപമുണ്ട്. ഇതെപ്പോൾ ചെല്ലേണ്ടതാണ്, എന്തിന് ചെല്ലേണ്ടതാണെന്ന് മറന്നുപോയി. 3 സന്ധ്യകളാണ്, ഉഷസന്ധ്യ. ആ സന്ധ്യകളിലാണ് നമ്മൾ ഈ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരുന്നത്. പ്രഭാതത്തിലും മധ്യാഹ്നത്തിലും പ്രദോഷത്തിലും ആ 3 സമയത്ത് ചൊല്ലിക്കൊണ്ടിരുന്നൊരു പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന എന്തിനാണെന്ന് അറിയാത്തത് കൊണ്ട് അത് രാത്രി 9:30 മണിക്ക് ജപമാല കുടുംബ പ്രാർത്ഥന ചെല്ലുന്ന നേരത്ത് ഈ പറഞ്ഞ ത്രികാല ജപം അതിൻ്റെ കൂടെ ചെല്ലുന്നു.
അർത്ഥമറിയാതെ പോകുന്നത് കൊണ്ട് ആചരണങ്ങൾ യഥാർത്ഥത്തിൽ നമുക്ക് ഉപകാരപ്പെടേണ്ടതിന് പകരം ഉപദ്രവമായിട്ടും അർത്ഥമില്ലാത്തതായിട്ടും മാറിപ്പോകുന്നുണ്ട്. അപ്പോൾ അത് വിരസതയ്ക്ക് കാരണമായിട്ട് മാറും, അത് ഉപേക്ഷിക്കാനിടയാവും. ഇനി നമുക്ക് കാണാൻ പറ്റും, പള്ളിയിൽ രാത്രി 8 മണിക്കൊരു മണിയടിക്കുമായിരുന്നു, 7:30 മണിയടിയുണ്ട്. അത് ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള സമയമായിരുന്നു. ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അപ്രകാരം മണിയടിക്കുമ്പോൾ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഇത് നമ്മുടെ നിരന്തര ജീവിത സ്മരണയ്ക്കകത്ത് ഈ വിശുദ്ധരുമായുള്ള കൂട്ടായ്മയിൽ, ശുദ്ധീകരണാത്മാക്കളുമായുള്ള കൂട്ടായ്മയിൽ ഒക്കെ നിലനിർത്തിക്കൊണ്ടുപോകാൻ സഭാത്മകമായ ബോധത്തിനകത്ത് നമ്മളെ വളർത്താൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. പക്ഷെ അതെല്ലാം ഉപയോഗിക്കാതെ ആയിപ്പോയപ്പോൾ ആധുനികതയിലേക്ക് പോകുന്ന മനുഷ്യൻ പ്രത്യേകിച്ചും തിരക്കിട്ടോട്ടത്തിലാണ്. ആ തിരക്കിട്ടോട്ടത്തിനിടയ്ക്ക് താൻ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നും വിശ്വാസ ജീവിതം നയിക്കാനുള്ള ക്രമീകരണങ്ങൾ സഭ എന്തൊക്കെയാണ് നമുക്ക് നൽകുന്നതെന്നും അറിയാതെ പോയി. ഈ കേവലമായ ചെറിയ കാര്യങ്ങൾ പോലും നഷ്ടപ്പെട്ടു പോയി. ഇനി രാത്രി 8 മണിക്ക് മണിയടിക്കും, നാളെ എത്ര കുർബാന ഉണ്ടെന്നറിയാനായിട്ട് ആ മണിയാണ് 21 മണിയും, അതിനവസാനം എത്ര മണി ഒറ്റയ്ക്ക് അടിക്കുന്നുണ്ട്, അത്രയും കുർബാനയുണ്ട്. എന്തിനാണ് അങ്ങനെ മണിയടിച്ചിരുന്നത്? അങ്ങനെ മണിയടിച്ചിരുന്നത് ഉറക്കമണി അഥവാ ഒരുക്കമണി എന്നാണ്. ഉറങ്ങാൻ നേരത്ത് ഓർമ്മപ്പെടുത്താൻ, നാളെ കുർബാന അർപ്പിക്കാൻ വേണ്ടി പോലും ഒരുക്കത്തോടെ ആയിരിക്കാൻ ഒരുക്കമണി. ആ ഒരുക്കമണിയുടെ ഉപയോഗം ഇപ്പം ഇല്ല, അതാരും അടിക്കുന്നില്ല, അതാരും കേൾക്കുന്നില്ല, അതാരും ഫോളോ ചെയ്യുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ആചാരങ്ങൾ അതിൻ്റെ അർത്ഥമറിയാതെ പോകുമ്പോൾ അതിൻ്റെ പ്രയോഗം നഷ്ടപ്പെടും. പ്രയോഗമൂല്യം നഷ്ടപ്പെട്ടു പോകുമ്പോൾ ആചാരങ്ങൾ പലതും മാറിപ്പോകും. ഒപ്പം തന്നെ ദുരാചാരങ്ങൾ പലതും കയറി വരികയും ചെയ്യും. ഇനി വേറെ ചില കാര്യങ്ങൾ നമുക്ക് ആലോചിക്കാം. ദേവാലയത്തിൽ വരുന്നു, തിരികത്തിക്കുന്നു. മുമ്പൊരിക്കലും വീഡിയോ ഞാനത് പറഞ്ഞതാണ്. ദേവാലയത്തിൽ തിരികത്തിക്കുന്നത് നേരത്തെ കയ്യിൽ തിരി പിടിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ തിരി കത്തിത്തീരുന്നവരെ പ്രാർത്ഥിക്കുമായിരുന്നു. എന്തിനാണ് തിരികത്തിച്ച് പ്രാർത്ഥിക്കുന്നത്? തിരികത്തിച്ച് പ്രാർത്ഥിക്കുന്നത് നിങ്ങൾ ഉരുകിയതുപോലെ ഒരു തിരുസ്വരൂപത്തിന് മുമ്പിലാണ് പ്രാർത്ഥിക്കുന്നത്. പരിശുദ്ധമ്മയുടെയോ ഔസേപ്പിൻ്റെയോ ഒക്കെ മുമ്പിലാണ് പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ഉരുകിത്തീർന്നതുപോലെ ഞാനും ഉരുകിത്തീർന്നുകൊള്ളാം, ലോകത്തിന് പ്രകാശമായിക്കൊള്ളാം എന്ന് പറയാൻ വേണ്ടിയായിരുന്നു മെഴുകുതിരി ഉപയോഗിച്ചിരുന്നത്. നമ്മൾ വിശ്വാസം പ്രഘോഷിക്കാൻ വേണ്ടി മാമോദീസയുടെ സമയത്ത് ഒരു തിരി കത്തിച്ച് കുഞ്ഞിൻ്റെ കയ്യിൽ കൊടുക്കുമല്ലോ. ഇതൊക്കെ ഉദ്ദേശിക്കുന്നതിൻ്റെ അർത്ഥം ഇതാണ്. അപ്പൊ അങ്ങനെ തിരി തെളിച്ച് ആ തിരി പോലെ ലോകത്തിന് പ്രകാശം നൽകാമെന്നും സ്വന്തം ജീവിതത്തെ ഇങ്ങനെ ഒരുക്കി തീർക്കാമെന്നും പറയേണ്ടതിന് പകരം നാം എന്ത് ചെയ്തു? ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കി അതിനെ കത്തിച്ചു വെച്ചു. ആദ്യത്തെ ദിവസം ഒരെണ്ണം കത്തിച്ചെങ്കിൽ രണ്ടാമത്തെ 2 കത്തിച്ചു. ഇത് കാര്യം കാണാനുള്ള കുറുക്ക് വഴിയാണെന്നും ഇങ്ങനെ തിരികത്തിച്ചാൽ ഈ വിശുദ്ധൻ അല്ലെങ്കിൽ വിശുദ്ധ അല്ലെങ്കിൽ പരിശുദ്ധ അമ്മ സംപ്രീതയാകുമെന്നും നമ്മുടെ കാര്യം നടന്നു കിട്ടുമെന്നും തിരികത്തിക്കുന്നതിന് അളവനുസരിച്ച് ഈ മാധ്യസ്ഥത്തിന്റെ ശക്തി കൂടുമെന്ന് തെറ്റിദ്ധരിച്ചു. അങ്ങനെ യഥാർത്ഥത്തിൽ വിശ്വാസത്തിന്റെ ഒരു പ്രയോഗമായിരുന്ന ഒരു ആചാരത്തെ നാം ഒരു കേവലാചാരമാക്കി, ഒരു ദുരാചാരമാക്കി മാറ്റി പള്ളികളിലൊക്കെ നിറയെ സ്റ്റാൻഡുകളിൽ തിരികത്തിക്കുന്നു. ഇനി പള്ളിക്കാരപ്പോ ഈ കത്തിക്കുന്നതിൽ അർത്ഥമില്ല എന്ന് തിരിച്ചറിയാവുന്ന പള്ളിക്കാരോട് എഴുതി വെച്ചു, തിരി കത്തിക്കണമെന്നില്ല, അത് ഈ ബാസ്ക്കറ്റിലിട്ടാലും മതി. ആ പള്ളി തിരികത്തിക്കാനുള്ള തിരി പള്ളിയുടെ വാതിക്കെ തന്നെ ഒരു സ്റ്റാളിൽ പള്ളി തന്നെ വിൽക്കാൻ തുടങ്ങി. ഇപ്പോൾ പള്ളിക്ക് ഇതൊരു വരുമാന മാർഗമായി മാറി. തിരി കൊള്ളാവുന്ന ഏർപ്പാടാണെന്ന് ഈ പറഞ്ഞ പള്ളിക്കാർ കണ്ടു. ഇത് ആ പള്ളിക്കാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം വിശ്വാസിയാണ് ഈ കുഴപ്പമുണ്ടാക്കിയത്. എന്തിനു തിരികത്തിക്കണം? എന്തിനാണ് തിരികത്തിക്കുന്നത്? തിരികത്തിച്ചാൽ ഈ തിരുസ്വരൂപത്തിന് എന്തെങ്കിലും ഗുണമുണ്ടോ? സ്വർഗത്തിലേക്ക് ഇത് എത്തുമോ? ഇരുട്ടുള്ളപ്പോൾ ഒരു തിരികത്തിക്കുന്ന അർത്ഥമുള്ള കാര്യമാണ്. ഇരുട്ടില്ലാത്ത സമയത്ത് ഇങ്ങനെ തിരികത്തിക്കുന്നതിൽ എന്ത് കാര്യം എന്ന് ചിന്തിക്കാൻ കഴിയാതെ പോയ യുക്തിയില്ലായ്മയാണ് ഇത്തരം അന്ധവിശ്വാസമാക്കി അതിനെ മാറ്റിയത്. ഇതൊരു കാര്യത്തിൽ മാത്രമല്ല, മാലയിടുന്നു, തിരുസ്വരൂപങ്ങൾക്ക് മാലയിടുന്നു. മാലയിടുമ്പോൾ യഥാർത്ഥത്തിൽ അവരെ ബഹുമാനിക്കാൻ എന്നതിനേക്കാൾ കൂടുതൽ ഞാനിതിനെ വരിക്കുന്നു എന്നാണ്. ഒരു വിവാഹത്തിൽ സ്ത്രീ പുരുഷന്റെ മേലും പുരുഷൻ സ്ത്രീയുടെ മേലും മാലയിടുന്നൊരു കാര്യം നമുക്കറിയാം. മാലയിടുമ്പോൾ, മാല ചാർത്തുമ്പോൾ ഈ പുണ്യത്തെ ഞാൻ വരിക്കുന്നു എന്ന് പറയാൻ വേണ്ടിയാണ്. ആ തിരുസ്വരൂപത്തെ അല്ല, അല്ലെങ്കിൽ ആ വിശുദ്ധയല്ല, ഈ പുണ്യത്തെ. ഓരോരുത്തർക്കും ഓരോ പുണ്യങ്ങളുണ്ട്. ഇപ്പോൾ കൊച്ചുറേസ്യയെക്കുറിച്ച് നമുക്കറിയാം. ഏറ്റവും ലളിതമായ വിശ്വാസത്തിന്റെ മധ്യസ്ഥയാണ് കൊച്ചുറേസ്യ. കൊച്ചുറേസ്യയിൽ വിളങ്ങിയിരുന്ന പുണ്യങ്ങൾ, അനുസരണം, എളിമയൊക്കെ നമുക്കറിയാം. അപ്പോൾ അവരിൽ വിളങ്ങിയിരുന്ന ഒരു എളിമയെ അല്ലെങ്കിൽ പുണ്യത്തെ, ഒരു സുഹൃതത്തെ വരിക്കുന്നു എന്ന അർത്ഥത്തിലാണ് ഈ മാലയിടുന്നത്. ആ മാലയിടുന്നത് ക്രമേണ ഒരു നേർച്ചയായിട്ട് മാറി. മാല ഇട്ടാൽ കാര്യം നടക്കുമെന്നും മാല ഇട്ടേക്കാമേ എന്ന് നേർന്നാൽ കാര്യം നടക്കുമെന്നുമുള്ള നില വന്നു. അങ്ങനെ മാല ഇട്ടേക്കാമേ എന്ന് പ്രാർത്ഥിച്ച ആളുകൾ പള്ളിയിൽ മാലയും കൊണ്ട് പുറത്തുനിന്ന് വാങ്ങിച്ചെല്ലാൻ തുടങ്ങി. പള്ളിക്കൊരു കാര്യം മനസ്സിലായി, ഒരു കാര്യമില്ലാത്തൊരു കാര്യമാണ് ഈ മാല ഇട്ടതുകൊണ്ട് പള്ളിക്ക് എന്ത് ഉപകാരം. അങ്ങനെ പള്ളി സ്വന്തമായിട്ട് പ്ലാസ്റ്റിക്കിന്റെ മാല മേടിച്ചിട്ടു. ഈ പ്ലാസ്റ്റിക്കിന്റെ മാല അവിടെ നിന്ന് എടുത്ത് മേലേക്കിടാം. ഇനി അങ്ങനെ മാലയിടുമ്പോൾ അതുകൊണ്ട് പള്ളിക്ക് എന്ത് മെച്ചം? അപ്പോൾ താഴെ എഴുതി വെച്ചു, പൂമാല പണം 2 രൂപ. അങ്ങനെ വിശ്വാസത്തിന്റെ ഒരു അർപ്പണ മനോഭാവം ഉണ്ടാകേണ്ട, ഒരു സുഹൃതത്തെ വരിക്കേണ്ട ഒരു ആചാരത്തെ ക്രമേണ ഒരു കച്ചവടമാക്കി, ആത്മീയ കച്ചവടമായിട്ട് മാറി. ഈ ചെറിയ കച്ചവടമാണത്. ഈ ചെറിയ കച്ചവടം നടത്താനായിട്ട് അവസരം ഉണ്ടാക്കിയതാരെ? എന്തിന് മാലയിടണം? ആരാണ് വിശുദ്ധൻ?
വിശുദ്ധന്റെ തിരുസ്വരൂപത്തിൽ മാലയിടുമ്പോൾ ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് സ്വയം തിരിച്ചറിയാൻ കഴിയാതെ പോയതുകൊണ്ട് വന്നുകൂടിയ അബദ്ധമാണ്. ഇങ്ങനെ നോക്കി നമുക്കറിയാം, മാതാവിന് സാരി ഉടുപ്പിക്കുന്നവർ, സാരി മൂടുന്നവർ, കോഴി നേർച്ച നൽകുന്നവർ, നിരവധിയായ ആചാരങ്ങൾ. സെന്റ് ജോർജുമായി എന്ത് ബന്ധമാണ് കോഴിക്കുള്ളത്? ഒരു ബന്ധവും ഇല്ല. പക്ഷെ ഏതോ ഒരിക്കൽ ആരോ കോഴി അങ്ങനെ കൊടുത്തു. പണ്ടൊക്കെ ആളുകൾ അങ്ങനെ രാത്രി പോകുമ്പോൾ അവിടെ കോഴിയെ കൊണ്ടുപോയി കറി വെച്ച് അവിടെ ഇരുന്ന് ഭക്ഷിച്ച് രാവിലെ മുഴുവൻ പ്രാർത്ഥിക്കുമായിരുന്നു, ഉറക്കമൊഴിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ പ്രാർത്ഥനയൊക്കെ ഉണ്ടായതിന്റെ ഭാഗമായി വന്ന ഒരു ആചാരമായിരിക്കാം പിന്നീട് കോഴിയെ നേർച്ച കൊടുക്കുന്നു തുടങ്ങി. വീട്ടിൽ പാമ്പ് കയറി കോഴിയെ നേരുമെന്നായി. നിങ്ങൾ ആലോചിച്ച് നോക്കിയ ഒരു അന്ധവിശ്വാസം പടരുന്നത് വീട്ടിലെ കോഴിയെ നോക്കുന്ന ആളായിട്ട് വിശുദ്ധ ഗീവർഗീസിനെ മാറ്റി. സെന്റ് ജോർജ് വീട്ടിലെ കോഴിയെ നോക്കുന്നയാൾ, പാമ്പിൽ നിന്ന് രക്ഷിക്കുന്നയാൾ. ഒരു ജോലി കൊടുക്കാൻ, അർത്ഥമറിയാതെ പ്രാർത്ഥിക്കാൻ. ആ വിശുദ്ധൻ വിശ്വാസത്തിന് വേണ്ടി രക്തസാക്ഷിയായ ആളാണെന്ന് നമ്മൾ മറന്നുപോയി. വിശുദ്ധന്റെ തിരുസ്വരൂപത്തിന്റെ ചുവട്ടിൽ ചെന്ന് ഒരു സ്ത്രീ വ്യാളിയെ മൊത്തുന്നു. അപ്പൊ എന്താ വ്യാളിയെ മൊത്തി എന്ന് ചോദിക്കുമ്പോൾ, എങ്ങാനും ദൈവം കൈവിട്ടാലും നരകത്തിൽ ചെല്ലുമ്പോൾ ഒരാൾ വേണ്ടേ, അതുകൊണ്ടാണ് എന്ന് സ്ത്രീ പറയുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കി, ക്യൂ നിന്ന് ആളുകൾ തിരുസ്വരൂപം മൊത്തുമ്പോൾ യഥാർത്ഥത്തിൽ വിശ്വാസത്തിന് വേണ്ടി രക്തസാക്ഷിയായ ഒരാളെ ഓർക്കുകയും ആ ആളെ പ്രതി ദൈവത്തെ ആരാധിക്കുകയും ചെയ്യുന്നവരായി മാറുകയാണ് വിശ്വാസത്തിൽ ഒരു തിരുസ്വരൂപ വണക്കത്തിൽ നടക്കേണ്ടതെന്ന് മറന്നുപോയിട്ട് നമ്മൾ ഇത്തരം മണ്ടത്തരങ്ങളിലേക്ക് പോയിപ്പെട്ടു. ഇതിവിടെ മാത്രമല്ല, മാതാവിനെ സാരി ഉടുപ്പിക്കാൻ ശ്രമിക്കുന്നവർ. നമ്മൾ മാതാവ് നമ്മെപ്പോലെ ആകേണ്ടതാണോ, നമ്മൾ മാതാവിനെ പോലെ ആകേണ്ടതാണോ? കേരളീയവൽക്കരിക്കാനാണ് സാരി കൊടുക്കുന്നതെന്നാണ് പറയട്ടെ. നമ്മൾ മാതാവിനെ പോലെ ആകേണ്ടതാണോ, മാതാവ് നമ്മളെപ്പോലെ ആകേണ്ടതാണോ? നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എന്താ? മാതാവിനെ നമ്മെപ്പോലെ ആക്കാനാണ്, കേരളീയവൽക്കരിക്കാൻ നോക്കും. ഇത് എവിടെ നിന്ന് വന്നതാ? ഇത് നമ്മുടെ ആചാരമല്ല. മറ്റു മതങ്ങളിലുണ്ടായിരുന്ന ആചാരമൊക്കെ കടമെടുത്ത് മറ്റുള്ളവർ ചെയ്യുന്ന പ്രവൃത്തിയൊക്കെ ചെയ്താൽ ദൈവം സംപ്രീതനാവും തെറ്റിദ്ധരിച്ച്, മാതാവ് സംപ്രീതിയാവും തെറ്റിദ്ധരിച്ച്, മാതാവ് അനുഗ്രഹിക്കുമെന്ന് തെറ്റിദ്ധരിച്ച് ഒക്കെ ചെയ്യുന്ന പ്രവൃത്തിയാണ്. അപ്പൊ ഇത്തരത്തിൽ അന്ധവിശ്വാസങ്ങൾ പെരുകുന്നു. ഈ അന്ധവിശ്വാസങ്ങളൊക്കെ കച്ചവടങ്ങളായിട്ട് മാറുന്നു. കൊല്ലത്തൊരു പള്ളിയിൽ കെട്ടപ്പെട്ട യേശുവിൻ്റെ രൂപമുണ്ട്. കെട്ടപ്പെട്ട യേശുവിനെ ചമ്മട്ടികൾ അടിച്ച് കെട്ടപ്പെട്ട യേശുവിനെ ചുമപ്പ് പുതപ്പിക്കുന്ന, പട്ട് പുതപ്പിക്കുന്ന ഒരു നേർച്ച അവിടെയുണ്ട്. കേരളത്തിൽ ഉറങ്ങിക്കിടക്കുന്ന ഔസേപ്പിതാവുണ്ട്. ഉണർന്നിരിക്കുന്ന ഔസേപ്പിതാവ് പോരെങ്കിൽ ഉറങ്ങുന്ന ഔസേപ്പിതാവ് കൂടുതൽ ശക്തൻ എന്നതുകൊണ്ട് അവിടേക്ക് ആളൊഴുകാൻ തുടങ്ങി. അത് റോമിൽ നിന്നാണ് ഈ തിരുസ്വരൂപം കൊണ്ടുവരുന്നത് എന്ന് പറഞ്ഞ് അതിനെ പൊലിപ്പിച്ചെടുത്തു. എന്നിട്ട് കേരളം മുഴുവൻ പരസ്യം നടത്തി. ഈ ആത്മീയ കച്ചവടം നടക്കാൻ കാരണമാരാ? നമുക്കറിയാം, കൃപാസനം പോലുള്ള ധ്യാന കേന്ദ്രങ്ങളിൽ നടക്കുന്ന കാര്യം. അവിടെയൊക്കെ സംഭവിച്ചത് എന്താ? അവിടെയൊക്കെ സംഭവിച്ചത് ഇത്തരത്തിൽ കാര്യം നടത്താനുള്ള ഉപാധിയാണ്. വിശ്വാസം തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടു. അതുകൊണ്ട് ചെയ്യുന്ന പ്രവൃത്തി എന്താണെന്നറിയാതെ താൻ ഒരു ഉടമ്പടിയുടെ ഭാഗമാണെന്നും പുതിയ ഉടമ്പടിയുടെ ഭാഗമായി തനിക്ക് വേറെ ഉടമ്പടി ഇനി സാധ്യമല്ലെന്നും ഒരു ഉടമ്പടിയിലിരിക്കുന്ന പ്രോപ്പർട്ടി വേറൊരു ഉടമ്പടിക്ക് ചെയ്യാൻ പറ്റാത്തതാണെന്നും തിരിച്ചറിയാത്ത സാധാരണക്കാരായ മനുഷ്യരെ വഞ്ചിക്കുന്നവരുണ്ടായി. എന്തുകൊണ്ടാണ്? ഇത് ചോദ്യം ചെയ്യാത്തത് കൊണ്ടാണ്. വിശ്വാസികൾ ചോദ്യം ചെയ്യേണ്ടതാണ്, ആചാരങ്ങളെ തിരിച്ചറിയേണ്ടതാണ്, ആചാരങ്ങളുടെ അകക്കാമ്പിനെ തിരിച്ചറിയേണ്ടതാണ്. അങ്ങനെ ആചാരങ്ങളുടെ അകക്കാമ്പിനെ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ശാപവിമുക്തികൾ തേടി നിങ്ങൾ അലയും. ശാപവിമുക്തികൾ നടത്തിയിരുന്ന ആളുകൾ ഇപ്പോൾ ശാപവിമുക്തിയെ കുറിച്ച് സംസാരിക്കുന്നില്ല. ഒരു ഉടമ്പടിയുടെ ഭാഗമായി മാമുദീസ സ്വീകരിച്ചിട്ടുള്ള നമ്മൾ വേറൊരു ഉടമ്പടിക്ക് ഇനി സാധ്യമല്ലെന്നും ഒരാൾക്ക് വിറ്റ വസ്തു വേറൊരാൾക്ക് ഇനി വിൽക്കാൻ സാധ്യമല്ലെന്നും ഒരു ഉടമ്പടി വിൽപ്പനയുടെ മുൻപ്രവൃത്തിയാണെന്നും തിരിച്ചറിയാതെ നമ്മൾ പോവാണ്. അങ്ങനെ പോകുന്നിടങ്ങളിൽ അവിടെ പോകുന്നവർ കുമ്പസാരിക്കുന്നുണ്ടല്ലോ, കുർബാന സ്വീകരിക്കുന്നുണ്ടല്ലോ, നന്മയുണ്ടല്ലോ എന്നൊക്കെ പറയണേ. കുർബാന സ്വീകരിക്കുന്നതും കുമ്പസാരിക്കുന്നതും പാപവിമുക്തരായി ജീവിക്കാൻ ശ്രമിക്കുന്നതും ഒക്കെ കാര്യം കാണാനായിട്ട് മാറുമ്പോൾ, മോട്ടീവ് മാറിപ്പോകുമ്പോൾ യഥാർത്ഥത്തിൽ അത് ആത്മാനുതാപമല്ല, അത് കാര്യസാധ്യത്തിനുള്ള കാപഢ്യമായിട്ട് മാറും. അങ്ങനെ കാപഢ്യമായിട്ട് ആചാരങ്ങൾ നമ്മെ നയിക്കുന്നു. ഇത് പലതരത്തിലുണ്ട്. സുവിശേഷ പ്രഘോഷണം എന്ന ലേബലിൽ വന്ന ആളുകൾ സുവിശേഷ പ്രഘോഷണത്തിന്റെ പേരിൽ കോടികൾ ആസ്തിയുള്ളവരായിട്ട് മാറുന്നു. അവരുടെ ജീവിതം സമ്പൽ സമൃദ്ധിയുള്ളതായിട്ട് മാറുന്നു. ദരിദ്രരോട് സുവിശേഷം പ്രഘോഷിക്കാൻ വിളിക്കപ്പെട്ട ആളുകൾ സമ്പന്നരെ മാത്രം സുവിശേഷം അറിയിക്കുന്നവരായിട്ട് മാറുന്നു. ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, വിശ്വാസത്തിൻ്റെ പ്രവൃത്തികളെ നമ്മൾ പരിശോധിക്കുന്നില്ല, ആചാരങ്ങൾക്കകത്തുള്ള അന്ധവിശ്വാസങ്ങളെ പരിശോധിക്കുന്നില്ല. ഇത് വ്യക്തിപരമായി നാം ഓരോരുത്തരും ചെയ്യേണ്ടതാണ്. സഭയുടെ കൂട്ടായ്മയ്ക്കകത്താണ് നമ്മൾ, കത്തോലിക്ക തിരുസഭയ്ക്കകത്ത് നാം ഓരോരുത്തരും സഭയുടെ ഭാഗമാണ്, അവയവങ്ങളാണ്. സഭയ്ക്കകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ ഈ സഭയ്ക്കകത്ത് നാം ചെയ്യുന്ന പ്രവൃത്തികളെ നാം തന്നെ തിരിച്ചറിയണം, നാം തന്നെ വിലയിരുത്തണം.
നമ്മുടെ പ്രവൃത്തികൾ യഥാർത്ഥ വിശ്വാസത്തിന് യോജിച്ചതാണോ, ഇത് കേവലമായ ആചാരത്തിനകത്ത് പെട്ടുപോകുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ നമുക്ക് ബാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു കാര്യം തിരിച്ചറിയണം, വിശ്വാസ വിരുദ്ധമായ ആചാരങ്ങൾ കൊണ്ട് മനുഷ്യരെ പറ്റിക്കുന്ന ആത്മീയ കച്ചവടങ്ങൾ പെരുകുന്നുവെങ്കിൽ ഓരോ ആത്മീയ കച്ചവടത്തിൻ്റെയും ഉത്തരവാദിത്വവും കണക്കും നാമും പറയേണ്ടി വരും. അത് നമ്മുടെ കൂടി ഭാഗമാണ്. ഇതിപ്പോൾ നമ്മൾ ആത്മീയ കച്ചവടം നടത്തുന്നു എന്ന് പറഞ്ഞ ആളുകൾ, അല്ലെങ്കിൽ ആചാരങ്ങളൊക്കെ തട്ടിപ്പാണെന്ന് പറയുന്ന കുറേ ആളുകൾ, ഒരു ആചാരവും തട്ടിപ്പല്ല, ആചാരങ്ങൾക്കൊക്കെ അതിൻ്റെ അർത്ഥം അറിഞ്ഞാൽ അതിനകത്ത് ന്യായമുണ്ട്. ആ അർത്ഥം അറിയാതെ പ്രയോഗിക്കുമ്പോഴാണ് കുഴപ്പമാകുന്നത്. ഈ ആചാരമൊന്നും ഇല്ലെന്ന് പറയുന്ന ആളുകൾ, ഞങ്ങൾ വചനം മാത്രമേ പറയുള്ളൂ എന്ന് പറഞ്ഞ ആളുകൾ കോടിക്കണക്കിന് ആസ്തി ഉണ്ടാക്കുകയും ഈ പറഞ്ഞ ആചാരത്തിന്റെ വേറെ രൂപങ്ങൾ ഉപയോഗിച്ച് കച്ചവടം നടത്തുകയും ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. സുവിശേഷ പ്രഘോഷത്തെ തന്നെ കച്ചവടമാക്കി മാറ്റി സമ്പത്ത് സ്വരൂപിക്കുകയും അതിസമ്പന്നരായിരിക്കുകയും ചെയ്യുന്ന പ്രഘോഷകർ നമ്മുടെ ചുറ്റുപാടിൽ ധാരാളമുണ്ട്. ആത്മീയത പ്രഘോഷിക്കാനായി രൂപീകരിക്കപ്പെട്ട ചാനലുകളിലൂടെ പലപ്പോഴും അന്ധവിശ്വാസങ്ങൾ കടന്നു വരുന്നത് നമുക്ക് കാണാം. അന്ധവിശ്വാസത്തിലെ പ്രഘോഷങ്ങൾ നിരവധിയായി സംഭവിക്കുന്നുണ്ട്. ഒപ്പം തന്നെ അന്ധവിശ്വാസികളാക്കുന്ന രണ്ട് കാര്യങ്ങൾ പറയാം. ഒന്ന്, പരിശുദ്ധ കുർബാനയുടെ ആരാധന ടി വിയിൽ നടത്തുന്നു. പരിശുദ്ധ കുർബാന ടി വിയിൽ നടക്കുമ്പോൾ അതിൽ കാണുന്ന ദിവ്യകാരുണ്യത്തിൻ്റെ ചിത്രത്തിൽ കൈകൾ വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ സൗഖ്യപ്പെട്ടു എന്ന സാക്ഷ്യം അതിലൂടെ പറയുന്നു. ഇങ്ങനെ ആരാധന നടക്കുമ്പോൾ ആ ആരാധനയിൽ പങ്കുചേർന്നപ്പോൾ അത്ഭുതം സംഭവിച്ചു. യഥാർത്ഥത്തിൽ ദിവ്യകാരുണ്യ ആരാധന എന്താണ്? ദിവ്യകാരുണ്യത്തിന് മുമ്പിൽ പോയിരിക്കലാണ്. ദിവ്യകാരുണ്യത്തിന് മുമ്പിൽ പോയിരിക്കലാണ്. സ്വയം ഇരുന്ന് ദൈവവുമായി ഒരു ഐക്യത്തെക്കുറിച്ച് ആലോചിക്കുന്നതാണ്, ആ സാന്നിധ്യ സ്മരണയിൽ ജീവിക്കുന്നതാണ് ദിവ്യകാരുണ്യ ആരാധന. അതിന് പകരം ടി വിയിൽ കണ്ടാൽ മതി എന്നാവുന്നു. ആരാധനയെ യഥാർത്ഥത്തിൽ ഇവിടെ അപജയപ്പെടുത്തുകയാണ്. ആരാധന മനോഭാവത്തെ അപജയപ്പെടുത്തുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, കർത്താവിൻ്റെ മുഖം പതിഞ്ഞ ടൂറിൻ കച്ച ടി വിയിലൂടെ പ്രദർശിപ്പിച്ചപ്പോൾ ആ ടി വിയുടെ മേൽ കരങ്ങൾ വെച്ച് പ്രാർത്ഥിച്ച് സൗഖ്യം പ്രാപിച്ചു എന്ന് പറഞ്ഞ് ഒരു സഹോദരി വരുന്നു, അത് പ്രഘോഷിക്കപ്പെടുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്ക്, നടക്കുന്ന കാര്യമാണോ? ടൂറിൻ കച്ചയിൽ കൈകൾ വെച്ചപ്പോൾ എന്ന് തെറ്റിദ്ധരിച്ച് അന്ധമായി വിശ്വസിച്ച് യഥാർത്ഥത്തിലല്ലാതെ ഒരാൾ സൗഖ്യം പ്രാപിച്ചു എന്ന് പറയുമ്പോൾ അത് വിശ്വാസമായിട്ട് പ്രഘോഷിക്കപ്പെടുന്നു. യഥാർത്ഥമായ ബോധ്യമില്ലാതെ ചെയ്യുന്നതുകൊണ്ട് സംഭവിക്കുന്ന പിഴവാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്ന കർത്താവിനെ തിരിച്ചറിയണം, പരിശുദ്ധ കുർബാനയുള്ള കർത്താവിനെ തിരിച്ചറിയണം, കുർബാനയുള്ള അർപ്പണത്തിനെ കുറിച്ച് വ്യക്തമായ ബോധ്യം ഉണ്ടാകണം. ഒരു ദേവാലയത്തിൽ നാം പോകുന്നത് എന്തിനെന്ന് നാം തിരിച്ചറിയണം, ഒരു മെഴുകുതിരി കത്തിക്കുന്നതിന് തിരിച്ചറിയണം, ഒരു പൂമാല വിശുദ്ധൻ്റെയോ വിശുദ്ധയുടെ തിരുസ്വരൂപത്തിലിടുന്നതിന് തിരിച്ചറിയണം, നമ്മൾ വിശുദ്ധരെ വണങ്ങുന്നതിന് തിരിച്ചറിയണം. വ്യക്തമായൊരു ബോധ്യം നമുക്കുണ്ടാകണം. വിശുദ്ധരെ നമുക്ക് വണങ്ങാനുള്ള മാതൃകകളായിട്ട് കൂടിയാണ് സഭ നൽകുന്നത്. വിശുദ്ധ മാധ്യസ്ഥവും വിശുദ്ധ മാതൃകയും അതൊക്കെ തിരിച്ചറിഞ്ഞ് വിശ്വാസബോധ്യത്തോടെ മുമ്പോട്ട് പോകാൻ പറ്റണം. ഒന്നും അർത്ഥമില്ലാത്തതല്ല, എന്നാൽ അർത്ഥമറിയാതെ ആടുന്ന ഏതാട്ടവും അർത്ഥമില്ലായ്മയാണ്. അതുമാത്രമൊന്നുമല്ല, തീർത്ഥാടന കേന്ദ്രങ്ങളിലും നവനാൾ കേന്ദ്രങ്ങളിലും ഇവിടെ ഒരു സൗഖ്യം തരാം, ഇവിടെ അത്ഭുതം നടക്കുന്നു. കേരളമൊട്ടാകെ ഫ്ലെക്സ് അടിച്ചു വെക്കുന്നത് വിശ്വാസത്തിൻ്റെ അടയാളമാണോ? കേരളത്തിൽ മുഴുവനും ഇങ്ങനെ ഫ്ലെക്സ് അടിച്ചു വെക്കുന്നത് എന്തിനു വേണ്ടിയാണ്? അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന മനോവികാരം എന്താണ്? എല്ലാവരും രക്ഷ പ്രാപിക്കട്ടെ എന്നാണ്. കത്തോലിക്ക തിരുസഭ എല്ലാ ഇടവകയിലും ബലിപീഠങ്ങൾ ഇടവക സമൂഹത്തിന് മുഴുവനും വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ളപ്പോൾ, എല്ലാ ദേവാലയങ്ങളിലും മാതാവുള്ളപ്പോൾ എന്തിനാണ് ഇങ്ങനെ മാതാവിൻ്റെ പേരിൽ ഔസപിതാവിൻ്റെ പേരിലൊക്കെ കച്ചവടം നടത്തുന്നത്, ഈ ഫ്ലക്സ് അടിച്ചു വെക്കുന്നത്? ഫ്ലക്സ് അടിച്ചു വെക്കുന്നതിൻ്റെ പിറകിൽ ഒരു കച്ചവട ലാഭം ഉണ്ടല്ലോ, ആൾ കൂടണമെന്നുണ്ടല്ലോ. എന്തിനാണ് വെറുതെ ആൾ കൂടുന്നത്? വെറുതെ ആൾ കൂടാൻ വേണ്ടിയാണോ? ആൾ കൂടിയാൽ വരുമാനമുണ്ടാകുമെന്ന് കണ്ടല്ലേ? അങ്ങനെ വരുമാനമുണ്ടാകുന്ന ദേവാലയങ്ങളെ നമുക്ക് കാണാൻ കഴിയുന്നില്ലേ? അപ്പോൾ വാസ്തവത്തിൽ വിശ്വാസത്തെ കച്ചവടമാക്കുന്നത് തിരുസഭയുടെ ഇഷ്ടപ്രകാരമല്ല, പക്ഷേ തിരുസഭയിൽ തന്നെയാണ് എന്ന് നമുക്ക് കാണാൻ പറ്റണം. ഇനി ഏറ്റവും ഒടുവിൽ ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. അത് പരിശുദ്ധ കുർബാനയിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. പരിശുദ്ധ കുർബാന ഒരു കച്ചവടച്ചരക്കായി മാറുന്നു. കത്തോലിക്ക തിരുസഭ കാറ്റക്കിസം ഓഫ് കാത്തലിക് ചർച്ചിൽ 2111 നിർബന്ധമായും പറയുന്നുണ്ട്, അന്ധവിശ്വാസം എന്നത് മതാവബോധത്തിൻ്റെയും അത് നിഷ്കർഷിക്കുന്ന ആചാരങ്ങളുടെയും അപഭ്രംശമാണ്. ഒരു അപഭ്രംശം സംഭവിക്കുന്നു. എന്തിനു കുർബാന അർപ്പിക്കണം? കുർബാന അർപ്പിക്കുന്ന ഒരു കാര്യസാധ്യത്തിനാണെന്ന് വരുന്നു. പ്രാർത്ഥനയുടെയോ കൗദാശിക അടയാളങ്ങളുടെയോ ഫലദായകത്വം അവ ആവശ്യപ്പെടുന്ന ആന്തരിക മനോഭാവങ്ങളെ അവഗണിച്ച് കേവലം ബാഹ്യമായ അനുഷ്ഠാനങ്ങളിൽ ആരോപിക്കുന്നത് അന്ധവിശ്വാസത്തിൽ നിബന്ധിക്കലാണെന്ന് സഭ പഠിപ്പിക്കുന്നു. അങ്ങനെ പഠിപ്പിക്കുന്ന സഭയ്ക്കകത്താണ് കാര്യസാധ്യത്തിനായി കുർബാനയുള്ളത്. കൂട് തുറന്ന കുർബാന,
തിരുസ്വരൂപങ്ങളിരിക്കുന്ന രൂപക്കൂട് തുറന്ന് കുർബാന നടത്തുന്നവർ, അതിന് പ്രത്യേകമായി ഫീസ് ഏർപ്പെടുത്തുന്നവർ, നമ്മുടെ ചുറ്റുപാടിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. കുർബാന നമ്മുടെ ജീവാർപ്പണത്തിന്റെ വേദിയാണ്. നമ്മെ തന്നെ ക്രിസ്തുവിൽ പിതാവായ ദൈവത്തിന് ആരാധനയായി സമർപ്പിക്കാൻ വിശ്വാസി സമൂഹം വിളിക്കപ്പെടുന്നതാണ് കുർബാനയിൽ. ആ കുർബാനയിൽ വിവാഹ തടസ്സം നീങ്ങാൻ, കാര്യം കാണാൻ, സ്ഥലം വിൽക്കാൻ, പരീക്ഷയിൽ ജയിക്കാൻ, സുഖപ്രസവം നടക്കാൻ, അങ്ങനെ എന്തിനേറെ വിദേശത്ത് പോകാൻ, വിസ കിട്ടാൻ, എന്ത് ജീവിതാവശ്യങ്ങളുണ്ടോ അവയൊക്കെ നിയോഗങ്ങളായി കുർബാനയിൽ അർപ്പിക്കപ്പെടുന്നു. അങ്ങനെ അർപ്പിക്കപ്പെടുന്ന നിയോഗങ്ങൾ കാര്യസാധ്യം നടത്തുമെന്ന് പ്രചരിപ്പിക്കപ്പെടുന്നു. അങ്ങനെ ഉദ്ദിഷ്ട കാര്യസാധ്യത്തിനായി കുർബാന ചൊല്ലുന്നിടമായി നമ്മുടെ നാട് മാറിയിട്ടുണ്ട്. അവനവനെ ഉപേക്ഷിക്കാനുള്ള കുർബാനയിൽ, സ്വയം ഉപേക്ഷയുടെ വേദിയായ കുർബാനയിൽ കാര്യസാധ്യത്തിനായി അർപ്പിക്കുന്ന രീതിയാക്കി അതിനെ മാറ്റുന്നത് ഏതു തരത്തിലാണ് അംഗീകരിക്കാൻ പറ്റുക? കൂദാശകളെപ്പോലും കച്ചവടമാക്കുന്നവർ, ആ കച്ചവടത്തിൽ വിശ്വാസികളുടെ കമ്പോളം ഒന്നാകെ കൂപ്പുകുത്തുകയാണ്. കുറച്ചു നാൾ കഴിഞ്ഞാൽ നമുക്ക് പ്രതീക്ഷിക്കാം ശത്രു സംഹാര കുർബാന. ശത്രുക്കളെ സംഹരിക്കാൻ കുർബാന ഇനി അഡോപ്റ്റ് ചെയ്യപ്പെടും. ശത്രു സംഹാര പൂജ പോലെ തടസ്സം നീങ്ങാൻ കുർബാനയുണ്ടെങ്കിൽ തടസ്സം നിൽക്കുന്നവരെ നീക്കാനും കുർബാന ചെല്ലുന്ന ഒരു സ്ഥിതിയിലേക്ക് ഇത് ചെന്നെത്തും. ചിലറ്റം പ്രിയപ്പെട്ടവരെ, ആത്മീയ കച്ചവടം നടത്തുന്ന കച്ചവടക്കാരുണ്ടാകുന്നത് വിശ്വാസികൾ ഒരു കമ്പോളമായി മാറുമ്പോഴാണ്. വിശ്വാസികൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ് ക്രിസ്തുവിനാൽ. അതുകൊണ്ട് നിങ്ങൾ മനുഷ്യരുടെ അടിമകളാകരുത്. കത്തോലിക്കാ തിരുസഭ പഠിപ്പിക്കുന്നത് അന്ധവിശ്വാസമല്ല, പക്ഷെ സഭയിൽ അന്ധവിശ്വാസങ്ങൾ നിലവിലുണ്ട്. ആചാരങ്ങൾക്കകത്തുള്ള അർത്ഥം, അകക്കാമ്പ് തിരിച്ചറിയാതെ കേവലാചാരമായിട്ട് അത് പതിക്കുമ്പോൾ അതൊരു ദുരാചാരമാണ്, അതൊരു അന്ധവിശ്വാസമാണ്. അത്തരത്തിൽ നിരവധിയായ അന്ധവിശ്വാസങ്ങൾ നമുക്കിടയിൽ നിലനിൽക്കുന്നു. അന്ധവിശ്വാസങ്ങളെ ചെറുത്തു തോൽപ്പിക്കേണ്ടത് വിശ്വാസ വഴിയിൽ പുരോഗമിക്കുന്ന ഓരോരുത്തരുടെ ഉത്തരവാദിത്തമാണ്. തിരുസഭയിൽ വിശ്വാസികളായിരിക്കുന്ന നാം ഓരോരുത്തരും വിശ്വാസത്തിന്റെ സംരക്ഷകനായ ക്രിസ്തുവിൽ ആശ്രയിച്ചുകൊണ്ട്, പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ചുകൊണ്ട് ഈ പ്രവൃത്തിയിൽ മുന്നേറുകയാണ് വേണ്ടത്. അപ്രകാരം നമ്മുടെ വിശ്വാസത്തെ തിരിച്ചറിഞ്ഞ് വിശ്വാസത്തിന്റെ ഫലം, നിത്യതയുമായി ബന്ധപ്പെട്ട ഫലം അനുഭവിക്കാൻ കരുത്തുള്ളവരായി നാം ഓരോരുത്തരും മാറട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. ആമേൻ.